നമസ്കാരം. പ്രധാന വാർത്തകൾ. കല്ലടിക്കോട് കരിമ്പ 3 ഏക്കറിൽ 2 യുവാക്കളെ വെടിയേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തി. ബിനു, നിധിൻ എന്നിവരാണ് മരിച്ചത്. ബിനുവിനെ മരുതങ്കാട് കരിങ്കൽ ക്വാറിക്ക് സമീപവും നിധിനെ വീടിനുള്ളിൽ വെടിയേറ്റ് മരിച്ച നിലയിലുമാണ് കണ്ടെത്തിയത്. നാടൻ തോക്കും കണ്ടെത്തി. ശബരിമലയിലെ സ്വർണം കൊള്ളയടിച്ച മുഴുവൻ പേരെയും പിടികൂടണമെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്. KPCCയുടെ നേതൃത്വത്തിലുള്ള വിശ്വാസ സംരക്ഷണ യാത്രയ്ക്ക് തൃത്താലയിൽ നിന്ന് തുടക്കം. മുഖ്യമന്ത്രിയുടെ മകന് വന്ന EDയുടെ നോട്ടീസ് ഭരണ സ്വാധീനത്താൽ മുക്കിയതാണെന്നും KPCC പ്രസിഡന്റ്. മണ്ണാർക്കാട് കുമരമ്പത്തൂർ കുളപ്പാടത്ത് വീടിന്റെ തിണ്ണയിൽ കിടന്നുറങ്ങിയ ആളെ തെരുവുനായ കടിച്ചു. മാട്ടുമ്മൽ പ്രഭാകരനാണ് കടിയേറ്റത്. തലയിലും മുഖത്തും കൈക്കും കടിയേറ്റ പ്രഭാകരൻ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. പാലക്കാട് നെന്മാറ തിരുത്തമ്പാടത്ത് സജിതയെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ അയൽവാസിയായ ചെന്താമര കുറ്റക്കാരനെന്ന് കോടതി. ശിക്ഷാവിധി 16-ന്. ഈ കേസിൽ ജാമ്യത്തിലിറങ്ങിയ ചെന്താമര സജിതയുടെ ഭർത്താവ് സുധാകരൻ, അമ്മ ലക്ഷ്മി എന്നിവരെയും വെട്ടിക്കൊലപ്പെടുത്തി. ഒറ്റപ്പാലം NSS കോളേജിൽ SFI-KSU സംഘർഷം. ഇരുവിഭാഗങ്ങളിലായി 4 വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റു. തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെ തുടർന്നായിരുന്നു സംഘർഷം. 67ാമത് പാലക്കാട് ജില്ലാ സ്കൂൾ കായികമേളയ്ക്ക് ചാത്തന്നൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ തുടക്കമായി. സിന്തറ്റിക് ട്രാക്ക് സ്റ്റേഡിയത്തിലാണ് മത്സരങ്ങൾ. ഓൺലൈൻ ജോലി വാഗ്ദാനം ചെയ്ത് ഒറ്റപ്പാലം സ്വദേശിയിൽ നിന്ന് 73 ലക്ഷം തട്ടിയെടുത്ത കേസ്. ഒരാൾ അറസ്റ്റിൽ. മലപ്പുറം പെരുവള്ളൂർ സ്വദേശി PC സുധീഷ് ബാബുവാണ് അറസ്റ്റിലായത്. വാർത്തകൾ വിശദമായി. കല്ലടിക്കോട് കരിമ്പ 3 ഏക്കറിൽ 2 യുവാക്കളെ വെടിയേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തി. കരിമ്പ 3 ഏക്കർ മരുതങ്കാട് തങ്കയുടെ മകൻ ബിനുവിനെ മരുതങ്കാട് സ്കൂളിനു സമീപം കരിങ്കൽ ക്വാറിക്കടുത്ത് വെടിയേറ്റ് മരിച്ച നിലയിലും അയൽവാസിയായ നിധിനെ വീടിനുള്ളിൽ വെടിയേറ്റ് മരിച്ച നിലയിലും കണ്ടെത്തുകയായിരുന്നു. നാടൻ തോക്കും കണ്ടെത്തി. ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ശേഷം 3 മണിയോടെയാണ് സംഭവം. കരിമ്പ 3 ഏക്കർ മരുതങ്കാട് പഴയ സ്കൂളിന് സമീപം കരിങ്കൽ ക്വാറിക്കടുത്താണ് മൃതദേഹം പ്രദേശവാസികൾ കണ്ടത്. രക്തം വാർന്ന നിലയിൽ കണ്ടെത്തിയ മൃതദേഹത്തിന് സമീപം നാടൻ തോക്കും കണ്ടെത്തി. സ്വയം വെടിവെച്ചതാകാമെന്ന നിഗമനത്തിലാണ് പോലീസ്. സംഭവമറിഞ്ഞ് സ്ഥലത്തെത്തിയ പോലീസ് തുടർ നടപടി സ്വീകരിക്കുന്നതിനിടെയാണ് ബിനുവിന്റെ അയൽവാസിയായ നിധിനെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. നിധിന്റെ മരണവും വെടിയേറ്റെന്നാണ് പോലീസ് പറയുന്നത്. സംഭവത്തിന്റെ കാരണം വ്യക്തമല്ല. പരസ്പരം വെടിയുതിർത്തതാണോ അതോ ഒരാൾ വെടിവെച്ചതാണോ എന്ന കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ല. ഇരുവരും ഉറ്റ സുഹൃത്തുക്കൾ അല്ലെന്നും അയൽവാസികൾ മാത്രമാണെന്നും പ്രദേശവാസികൾ പറയുന്നു. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തിയിട്ടുണ്ട്. KPCCയുടെ നേതൃത്വത്തിലുള്ള വിശ്വാസ സംരക്ഷണ യാത്രയ്ക്ക് തുടക്കമായി. കൊടിക്കുന്നിൽ സുരേഷ് MP നയിക്കുന്ന യാത്ര തൃത്താലയിൽ നിന്നുമാണ് ആരംഭിച്ചത്. KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് യാത്ര ഉദ്ഘാടനം ചെയ്തു. ശബരിമലയിലെ സ്വർണ്ണക്കവർച്ചയ്ക്കെതിരെയും പിണറായി സർക്കാരിന്റെ അമ്പലക്കൊള്ളയ്ക്കെതിരെയുമാണ് KPCCയുടെ നേതൃത്വത്തിൽ വിശ്വാസ സംരക്ഷണ യാത്ര നടത്തുന്നത്. കൊടിക്കുന്നിൽ സുരേഷ് MP ജാഥ ക്യാപ്റ്റനായുള്ള യാത്ര തൃത്താല വെള്ളിയാങ്കല്ല് മുതൽ പന്തളം വരെയാണ് നടത്തുന്നത്. ജാഥ KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് ഉദ്ഘാടനം ചെയ്തു. ശബരിമലയിലെ സ്വർണം കൊള്ളയടിച്ച മുഴുവൻ പേരെയും പിടികൂടണമെന്നാവശ്യപ്പെട്ടാണ് ജാഥ നടത്തുന്നതെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ സണ്ണി ജോസഫ് പറഞ്ഞു. മുഖ്യമന്ത്രി സർക്കാരിന് നേതൃത്വം നൽകുമ്പോൾ മക്കൾ തന്നെ, മുഖ്യമന്ത്രിയുടെ മകനെതിരെ തന്നെ കേസ് വന്നില്ലേ? ഇപ്പോഴാണ് വെളിച്ചത്ത് വരുന്നത്. ഇതേ കാലത്ത് 2023 മുഖ്യമന്ത്രിയുടെ മകന് കള്ളപ്പണത്തിന്റെ പേരിൽ തെളിവെടുപ്പിന് അദ്ദേഹത്തിന് സമൻസ് അയച്ചു. പിണറായി വിജയന്റെ മകൻ എന്ന അഡ്രസ്സിലാണ് തിരുവനന്തപുരത്തെ മുഖ്യമന്ത്രിയുടെ വസതിയിൽ ക്ലിഫ് ഹൗസിലെ അഡ്രസ്സിലാണ് വിവേക് കിരൺ അദ്ദേഹത്തിന് നോട്ടീസ് അയച്ചതെങ്കിൽ, സമൻസ് അയച്ചതെങ്കിൽ അത് മുക്കിക്കളഞ്ഞു. സാധാരണ ഒരു മനുഷ്യന് സമൻസ് അയച്ചാൽ, അന്വേഷണ ഏജൻസി സമൻസ് അയച്ചാൽ ആ സമൻസ് പ്രകാരം ബന്ധപ്പെട്ട ആൾ പോയില്ലെങ്കിൽ ഒരു സമൻസ് അയക്കും, ഒന്നുകൂടി അയക്കും, 2 പ്രാവശ്യം അയക്കും. അയച്ചിട്ട് വന്നില്ലെങ്കിൽ വീട്ടിൽ വന്ന് എവിടെയുണ്ടോ അവിടെ വന്ന് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകും. പിണറായി വിജയന്റെ മകന് സമൻസ് അയച്ചു ED. ആ സമൻസ് മുക്കി എന്ന് പറയുന്നു. അതിന്റെ പേരിൽ എന്ത് നടപടി സ്വീകരിച്ചു വ്യക്തമാക്കണം. മുഖ്യമന്ത്രി ഇന്നലെ പറഞ്ഞ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ എന്താണ്? എന്റെ മകൻ
ഒരു കുഴപ്പക്കാരനുമല്ല എന്ന് മുഖ്യമന്ത്രി പറഞ്ഞാൽ പോരാ. എന്നാൽ ഈ നോട്ടീസ് കിട്ടിയോ? ഈ നോട്ടീസിന്റെ അടിസ്ഥാനത്തിൽ ഹാജരാക്കാൻ ആവശ്യപ്പെട്ട ബാങ്ക് അക്കൗണ്ടുകൾ, സ്വത്ത് വിവരം, കുടുംബത്തിലെ സ്വത്ത് വിവരം, ഈ വിവരങ്ങൾ ഹാജരാക്കിയിട്ടുണ്ടോ? എന്തൊക്കെ വിവരങ്ങൾ ഹാജരാക്കിയെന്ന് പൊതുജനങ്ങളുടെ മുൻപിൽ പറയാൻ ഇനിയെങ്കിലും മുഖ്യമന്ത്രി തയ്യാറാകുമോ? ഇല്ലെങ്കിൽ, അങ്ങനെ ഹാജരാക്കിയിട്ടില്ലെങ്കിൽ എന്തുകൊണ്ട് ഹാജരാക്കിയില്ല? ഉത്തരം പറയാൻ കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് സാധിക്കണം. മകനും മകളും കള്ളപ്പണക്കേസിൽ പ്രതിയായിട്ട് നിൽക്കുകയാണ്. ശബരിമലയിൽ മാത്രമല്ല മറ്റു ക്ഷേത്രങ്ങളിലും ഇത്തരത്തിലുള്ള കൊള്ളകൾ നടക്കുന്നുണ്ട്. ക്ഷേത്രങ്ങളിൽ കള്ളന്മാരെ കാവൽ ഏൽപ്പിക്കുന്ന സമീപനമാണ് സർക്കാർ സ്വീകരിക്കുന്നത്. ഇത് തിരുത്തിയേ മതിയാകൂ. സ്വന്തം മകന് നൽകിയ ഇഡിയുടെ നോട്ടീസ് പോലും മുഖ്യമന്ത്രി മുക്കിയിരിക്കുകയാണ്. ഇക്കാര്യത്തിൽ ഒരു നടപടിയും ഉണ്ടായില്ലെന്നും KPCC പ്രസിഡന്റ് കുറ്റപ്പെടുത്തി. KPCC വൈസ് പ്രസിഡന്റ് VT ബൽറാം അധ്യക്ഷനായി. യാത്രാ ക്യാപ്റ്റൻ കൊടിക്കുന്നിൽ സുരേഷ് MP, വൈസ് ക്യാപ്റ്റൻ TN പ്രതാപൻ, DCC പ്രസിഡന്റ് A തങ്കപ്പൻ, നേതാക്കളായ CV ബാലചന്ദ്രൻ, CP മുഹമ്മദ്, C ചന്ദ്രൻ, C സംഗീത, അനിൽ അക്കരെ, P ഹരിഗോവിന്ദൻ ഉൾപ്പെടെയുള്ള നേതാക്കളും പങ്കെടുത്ത് സംസാരിച്ചു. മുഖ്യമന്ത്രിയുടെ മകന് വന്ന ഇഡിയുടെ നോട്ടീസ് മുഖ്യമന്ത്രി ഭരണ സ്വാധീനത്തിൽ മുക്കിയതാണെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്. ഇല്ലെന്ന് തെളിയിക്കാൻ വെല്ലുവിളിക്കുകയാണെന്നും സണ്ണി ജോസഫ് തൃത്താലയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റിന്റെ കാര്യത്തിൽ പുനർചിന്തനം ഉണ്ടാവില്ലെന്നും KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് സൂചന നൽകി. മുഖ്യമന്ത്രി ഒന്നും പറഞ്ഞില്ല. ചോദ്യം എന്താണ്? മുഖ്യമന്ത്രിയുടെ മകന് ഇഡി നോട്ടീസ് അയച്ചത് കൈപ്പറ്റിയോ? ആ നോട്ടീസിന്റെ അവസ്ഥ എന്താണ്? മുഖ്യമന്ത്രിയുടെ മകൻ ക്ലിഫ് ഹൗസിൽ താമസിക്കുന്നില്ലെങ്കിൽ നിയമാനുസരണം ആ നോട്ടീസ് എവിടെ താമസിക്കുന്നു അങ്ങോട്ട് തിരിച്ച് ഡയറക്റ്റ് ചെയ്യണം. അങ്ങനെ ചെയ്തിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഇഡിക്കാർ മറുപടി പറയുമ്പോൾ ആ നോട്ടീസിനെ തുടർന്ന് എന്ത് നടപടി സ്വീകരിച്ചു? എന്തിന്റെ അടിസ്ഥാനത്തിൽ ആ നോട്ടീസ് അയച്ചു? ആ നോട്ടീസിലെ പരാമർശം എന്താണ്? ബാങ്ക് അക്കൗണ്ട്, കുടുംബ സ്വത്തുക്കളുടെ വിവരങ്ങൾ. വെറുതെ എല്ലാവർക്കും അതിന്റെ നോട്ടീസ് അയക്കും. അപ്പം ശക്തമായ ഒരു കേസ് ഇഡിയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടാണ് മുഖ്യമന്ത്രിയുടെ മകന് മുഖ്യമന്ത്രിയുടെ വീട്ടഡ്രസ്സിൽ നോട്ടീസ് അയച്ചത്. ആ നോട്ടീസ് മുഖ്യമന്ത്രി ഭരണ ദുസ്വാധീനത്തിൽ മുക്കി എന്ന് ഞങ്ങൾ പറഞ്ഞാൽ ഇല്ല എന്ന് തെളിയിക്കാൻ മുഖ്യമന്ത്രിയെ വെല്ലുവിളിക്കുകയാണ്. ആ നോട്ടീസ് മുഖ്യമന്ത്രിയും കേന്ദ്ര സർക്കാരും ചേർന്ന് രാഷ്ട്രീയ ഒത്തുകളിയുടെ ഭാഗമായിട്ട്, ഒത്തുതീർപ്പിന്റെ ഭാഗമായിട്ട് അത് മുഖ്യീകരിക്കുന്നു. അത് ഞങ്ങൾക്കറിയണം, മുഖ്യമന്ത്രി ഇങ്ങനെ ഉരുണ്ട് കളിക്കുക ചെയ്തത്. ബന്ധപ്പെട്ട് അബിൻ വർക്കി ഒരു പരാതി പറയുന്നു. അദ്ദേഹത്തിന് കേരളത്തിൽ നിൽക്കാനാണ് താല്പര്യം. അദ്ദേഹത്തെ കേരളത്തിൽ നിർത്തുമോ? കേരളത്തിൽ നിന്നുകൊണ്ട് രാജ്യം മുഴുവൻ പ്രവർത്തിക്കാമല്ലോ. അതിനെന്താ കുഴപ്പം? കേരളത്തിൽ തീരുമാനത്തിൽ മാറ്റമില്ല. KC വേണവർ കേരളത്തിലുണ്ട്, ഇന്ത്യയിലുണ്ടാകും. നേതൃത്വത്തിലേക്ക് പോകാൻ താല്പര്യമില്ല. പാലക്കാട് നെന്മാറ തിരുത്തമ്പാടത്ത് സജിതയെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ ബോയൻ കോളനി സ്വദേശിയും അയൽവാസിയുമായ ചെന്താമര കുറ്റക്കാരനാണെന്ന് കോടതി. ശിക്ഷാവിധി 16-ന്. 2019 ഓഗസ്റ്റ് 31-നായിരുന്നു കൊലപാതകം. അഡീഷണൽ ജില്ലാ കോടതിയാണ് വിധി പറഞ്ഞത്. വൈരാഗ്യത്തെ തുടർന്നാണ് കൊലപാതകമെന്നാണ് കണ്ടെത്തൽ. കേസിൽ 68 സാക്ഷികളാണ് ഉണ്ടായിരുന്നത്. ഇതിൽ പ്രതി ചെന്താമരയുടെ ഭാര്യ, സഹോദരൻ, കൊല്ലപ്പെട്ട സജിതയുടെ മകൻ ഉൾപ്പെടെ 44 പേരെ പ്രോസിക്യൂഷൻ സാക്ഷികളായി വിസ്തരിച്ചു. കേസിൽ 2020-ലാണ് ചാർജ് ഷീറ്റ് സമർപ്പിച്ചത്. ലാബ് റിപ്പോർട്ട് ഉൾപ്പെടെ ശാസ്ത്രീയ പരിശോധന ഫലം ലഭിച്ചതോടെ 2025 ഓഗസ്റ്റ് 4-ന് സാക്ഷി വിസ്താരം ആരംഭിച്ചു. കേസിന്റെ വിചാരണ സമയത്തും പ്രതി കോടതി വളപ്പിൽ ഭീഷണി മുഴക്കിയിരുന്നു. സജിത വധക്കേസിൽ അറസ്റ്റിലായി റിമാൻഡിലായിരുന്ന ചെന്താമര ജാമ്യത്തിലിറങ്ങിയ ശേഷം 2025 ജനുവരി 27-ന് സജിതയുടെ ഭർത്താവ് സുധാകരൻ, അമ്മ ലക്ഷ്മി എന്നിവരെ വെട്ടിക്കൊലപ്പെടുത്തിയിരുന്നു. ഈ കേസിൽ അറസ്റ്റിലായ ചെന്താമര റിമാൻഡിലാണ്. സജിത വധക്കേസിൽ പ്രോസിക്യൂഷനു വേണ്ടി പബ്ലിക് പ്രോസിക്യൂട്ടർ MJ വിജയകുമാറാണ് ഹാജരായത്. മണ്ണാർക്കാട് കുമരമ്പത്തൂർ കുളപ്പാടത്ത് വീടിന്റെ തിണ്ണയിൽ കിടന്നുറങ്ങിയ ആളെ തിരുവുനായ കടിച്ചു. കുളപ്പാടം പൂന്തുരുത്തി മാട്ടുമ്മൽ പ്രഭാകരനാണ് കടിയേറ്റത്. ടാപ്പിംഗ് തൊഴിലാളിയായ പ്രഭാകരൻ ഉച്ചയ്ക്ക് ശേഷം വീടിന്റെ തിണ്ണയിൽ ഉറങ്ങുന്നതിനിടെയാണ് തെരുവുനായ ആക്രമിച്ചത്. പ്രഭാകരന്റെ തലയിലും മുഖത്തും കൈക്കും കടിയേറ്റു. സാരമായി പരിക്കേറ്റ പ്രഭാകരൻ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. കൂട്ടമായി എത്തിയ തെരുവുനായ്ക്കളിൽ ഒരെണ്ണമാണ് ആക്രമിച്ചത്. പ്രഭാകരന്റെ ബഹളം കേട്ട് ഭാര്യ ഓടിയെത്തിയാണ് നായ്ക്കളെ ഓടിച്ചത്. ഭാഗ്യം കൊണ്ടാണ് കണ്ണിന് പരിക്കേൽക്കാതിരുന്നത്. സാരമായി പരിക്കേറ്റതിനാൽ ജോലിക്ക് പോകാൻ കഴിയാത്ത സ്ഥിതിയാണെന്ന് പ്രഭാകരൻ പറഞ്ഞു. കിടക്കുകയായിരുന്നു, കിടക്കുകയായിരുന്നു ഭക്ഷണം കഴിച്ചിട്ട്. അപ്പോൾ 2-3 പട്ടികളായിട്ട് ഒന്നാണ് വന്നിട്ട് കടിച്ച് പോയത്. പെട്ടെന്ന് ഉറക്കത്തിൽ കടിക്കുകയായിരുന്നു. ഉറക്കത്തിൽ
എവിടെയൊക്കെ മുറി? കയ്യിൽ മുറിയുണ്ട്, നെറ്റിയിൽ കണ്ണിൻ്റെ താഴെ മുറിയുണ്ട്, നെറ്റിയിലുണ്ട്, തലയ്ക്ക് നല്ല മുറിയുണ്ട്. പിന്നെ ഹോസ്പിറ്റലിൽ പോയില്ലേ? ആ, ഹോസ്പിറ്റലിൽ പോയി, ഇഞ്ചക്ഷനൊക്കെ എടുത്തു, വാക്സിനൊക്കെ എടുത്ത്. ഇനി 3 ദിവസം കഴിഞ്ഞിട്ട് ചെല്ലാൻ പറയുന്നുണ്ട്. എന്താ ജോലി? എന്താ? ടാപ്പിംഗ് ആണ് വർക്ക്. അപ്പോൾ അതിന് പോകാൻ പറ്റില്ല. കയ്യിലും പിന്നെ ഹെഡ് ലൈറ്റ്, ഈ തലയ്ക്ക് മുറിയാകൊണ്ട് ലൈറ്റ് വെച്ചിട്ട് ഉള്ള പണിക്കൊന്നും നടക്കില്ല. അതെ, ആ ഒരു വരുമാനമുള്ളൂ, വേറെ വരുമാനങ്ങളൊന്നും ഇല്ല. പണിക്ക് പോയിട്ട് തന്നെ വേണം. പ്രദേശത്തെ തെരുവു നായ്ക്കളുടെ ശല്യം രൂക്ഷമാണ്. ആൾതാമസം കുറവായ ഈ മേഖലയിലാണ് പലരും പട്ടിക്കുഞ്ഞുങ്ങളെ ഉപേക്ഷിക്കുന്നത്. 75-ലേറെ തെരുവു നായ്ക്കൾ കുളപ്പാടം, പൂന്തുരുത്തി ഭാഗത്ത് മാത്രമുണ്ട്. ഒറ്റയ്ക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത സ്ഥിതിയാണ്. ഇരുചക്രവാഹനങ്ങളിൽ പോകുന്നവർക്കും തെരുവു നായ്ക്കൾ ഭീഷണിയാണ്. പ്രദേശത്തെ തെരുവുനായ ശല്യം നിയന്ത്രിക്കാൻ അടിയന്തര ഇടപെടൽ വേണമെന്നും ഇല്ലെങ്കിൽ നാട്ടുകാർ പ്രക്ഷോഭത്തിന് ഇറങ്ങുമെന്നും നാട്ടുകാരനായ മോഹനൻ പറഞ്ഞു. ഹരിജൻ കോളനി ഉൾപ്പെടെയുള്ള ജനങ്ങൾ തിങ്ങിപ്പാരുന്ന പ്രദേശമാണ്. നായ്ക്കളുടെ ശല്യം ഭയങ്കരമാണ്. സൈക്കിളിൽ പോകുന്ന കുട്ടികളുടെയൊക്കെ പിന്നാലെ ചെന്നിട്ട് കടിക്കാൻ ചെല്ലുകയും കുട്ടികൾ സൈക്കിളിൽ നിന്ന് മറിഞ്ഞു വീഴുന്ന അനുഭവങ്ങളൊക്കെ ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ പുറമേ നിന്നുള്ള ആൾക്കാർ രാത്രി കാലങ്ങളിൽ ഇതിനെ റോഡിൽ കൊണ്ട് ഉപേക്ഷിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രദേശത്ത് ഒരു 10-75ഓളം നായ്ക്കൾ ഉണ്ട്. അപ്പോൾ അതിനെ എന്തെങ്കിലും വിധത്തിൽ ആ ശല്യം ഇല്ലാതാക്കുന്നതിന് വേണ്ടി പഞ്ചായത്തോ അധികൃതരോ അടിയന്തരമായിട്ട് ഇടപെടണം. ഇല്ലെങ്കിൽ ജനങ്ങൾ പ്രക്ഷോഭത്തിലേക്കൊക്കെ എത്തേണ്ട ഒരു സാഹചര്യത്തിലേക്ക് എത്തിക്കാണ്ട് കുട്ടികൾക്കൊന്നും ധൈര്യമായിട്ട് പുറത്തു വിടാൻ പറ്റാത്ത ഒരു സ്ഥിതിയാണ് ഉള്ളത്. അതുകൊണ്ട് അധികാരികൾ സത്വരമായിട്ട് ഇതിനൊരു നടപടി സ്വീകരിക്കണം എന്നുള്ളതാണ് പറയാനുള്ളത്. ഒറ്റപ്പാലം NSS കോളേജിൽ SFI KSU വിദ്യാർത്ഥികൾ തമ്മിൽ സംഘർഷം. ഇരു വിഭാഗങ്ങളിലായി 4 വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റു. ചൊവ്വാഴ്ച ഉച്ചയോടെയാണ് സംഘർഷമുണ്ടായത്. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് സംഘർഷത്തിൽ കലാശിച്ചതെന്നാണ് വിവരം. SFI പ്രവർത്തകരായ അഭിഷേക്, വിഷ്ണു, KSU പ്രവർത്തകരായ മുൻ ചെയർപേഴ്സൺ ആതിര, ഫവാദ് എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇവർ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. സംഭവത്തിൽ ഇരുകൂട്ടരും പോലീസിൽ പരാതി നൽകി. ഓൺലൈൻ പാർട്ട് ടൈം ജോലി വാഗ്ദാനം ചെയ്ത് ഒറ്റപ്പാലം സ്വദേശിയിൽ നിന്നും 73 ലക്ഷത്തിലധികം രൂപ തട്ടിയെടുത്ത കേസിൽ ഒരാൾ അറസ്റ്റിൽ. മലപ്പുറം തിരുവള്ളൂർ സ്വദേശി PC സുധീഷ് ബാബുവാണ് പാലക്കാട് സൈബർ ക്രൈം പോലീസിന്റെ പിടിയിലായത്. 2024 ഡിസംബർ മാസത്തിലാണ് തട്ടിപ്പുകാർ വാട്സ്ആപ്പ്, ടെലഗ്രാം വഴിയിലൂടെ പരാതിക്കാരനെ ബന്ധപ്പെട്ടത്. വീട്ടിൽ നിന്ന് ഓൺലൈനായി പാർട്ട് ടൈം ജോലി ചെയ്ത് വലിയ വരുമാനം നേടാമെന്ന് വിശ്വസിപ്പിച്ച് ട്രേഡിംഗ് വഴി വലിയ ലാഭം ലഭിക്കുമെന്നും തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടാണ് പണം തട്ടിയത്. തുടക്കത്തിൽ ചെറിയ തുകകൾ നിക്ഷേപിച്ചപ്പോൾ പരാതിക്കാരന് ലാഭം നൽകി വിശ്വാസം നേടിയ ശേഷം ഭീമമായ തുക നിക്ഷേപിക്കാൻ പ്രേരിപ്പിക്കുകയും ആ തുക തട്ടിയെടുക്കുകയുമായിരുന്നു. പാലക്കാട് സൈബർ ക്രൈം പോലീസ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്തു നടത്തിയ അന്വേഷണത്തിൽ നഷ്ടപ്പെട്ട തുകയിൽ ഒരു വലിയ സംഖ്യ പ്രതിയുടെ പരപ്പനങ്ങാടിയിലുള്ള ബാങ്ക് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തതായി കണ്ടെത്തി. ഈ തുക പ്രതി ചെക്ക് വഴി പിൻവലിക്കുകയും ബാക്കി തുക മറ്റ് ബാങ്കുകളിലേക്ക് ട്രാൻസ്ഫർ ചെയ്തതായി പോലീസ് കണ്ടെത്തുകയുമായിരുന്നു. തുടർന്ന് നടത്തിയ വിശദമായ അന്വേഷണത്തിലാണ് പ്രതി പിടിയിലായത്. അറസ്റ്റിലായ പ്രതിയുടെ പേരിൽ വധശ്രമ കേസുകളും അടിപിടി കേസുകളും ഉൾപ്പെടെ 14 കേസുകൾ നിലവിലുണ്ടെന്ന് പോലീസ് അറിയിച്ചു. പാലക്കാട് ജില്ലാ പോലീസ് മേധാവി അജിത് കുമാർ IPSന്റെ നിർദ്ദേശപ്രകാരം DYSP DCRB M പ്രസാദിന്റെ മേൽനോട്ടത്തിൽ സൈബർ ക്രൈം പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ T ശശികുമാർ, അസിസ്റ്റന്റ് പോലീസ് സബ് ഇൻസ്പെക്ടർ AP ജോഷി, സിവിൽ പോലീസ് ഓഫീസർമാരായ K ശ്യാം പ്രവീൺ, V ഉല്ലാസ് എന്നിവരുൾപ്പെട്ട സംഘമാണ് കേസ് അന്വേഷണം നടത്തി പ്രതിയെ പിടികൂടിയത്. പെരിന്തൽമണ്ണ അമ്മിനിക്കാട് KSRTC ബസ് ബൈക്കിലിടിച്ച് യുവാവിന് ഗുരുതരമായി പരിക്കേറ്റു. നാട്ടുകൽ സ്വദേശി എല്ലിക്കുറിശി ഉമ്മറിനാണ് പരിക്കേറ്റത്. റോഡ് നിയമം ലംഘിച്ച് എതിർദിശയിലാണ് KSRTC ബസ് ഓടിച്ചിരുന്നതെന്ന് നാട്ടുകാർ പറഞ്ഞു. കോഴിക്കോട് പാലക്കാട് ദേശീയപാതയിൽ അമ്മിനിക്കാട് ഉരുണീൻപാറയിൽ ചൊവ്വാഴ്ച രാവിലെ 7 മണിയോടെയാണ് അപകടമുണ്ടായത്. അപകടത്തിൽ ബൈക്കോടിച്ചിരുന്ന നാട്ടുകൽ സ്വദേശി എല്ലിക്കുറിശി വീട്ടിൽ ഉമ്മറിന് ഗുരുതരമായി പരിക്കേറ്റു. പെരിന്തൽമണ്ണ സരോജ് ഹോട്ടലിലെ തൊഴിലാളിയാണ് പരിക്കേറ്റ ഉമ്മർ. ജോലി സ്ഥലത്തേക്ക് രാവിലെ വരുമ്പോഴാണ് അപകടം സംഭവിച്ചത്. പെരിന്തൽമണ്ണയിൽ നിന്നും കോയമ്പത്തൂരിലേക്ക് പോവുകയായിരുന്ന KSRTC ബസ് ഉമ്മർ ഓടിച്ചു വരികയായിരുന്ന ബൈക്കിൽ ഇടിക്കുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ ഉമ്മറിനെ EMS ആശുപത്രിയിലെ തീവ്രപരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചു. അപകടങ്ങൾ പതിവായ ഇവിടെ 2 വശങ്ങളിലും റോഡ് വീതി കൂട്ടി നിർമ്മിച്ചതാണ്. റോഡ് നിയമങ്ങൾ ലംഘിച്ച് എതിർവശത്തിലൂടെ KSRTC ബസ് ഓടിച്ചതാണ് അപകട കാരണമെന്ന് നാട്ടുകാർ പറഞ്ഞു. 67ാമത് പാലക്കാട് ജില്ലാതല സ്കൂൾ കായികമേളയ്ക്ക് ചാത്തന്നൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ തുടക്കമായി. 3 ദിവസങ്ങളിലാണ് കായികമേള നടക്കുന്നത്. ചാത്തന്നൂർ സ്കൂളിലെ സിന്തറ്റിക് ട്രാക്ക് സ്റ്റേഡിയത്തിലാണ് മത്സരങ്ങൾ. ജില്ലയിലെ 1000-ലധികം സ്കൂളുകളിൽ നിന്നായി 800-ലധികം കായിക താരങ്ങളാണ് കായികമേളയിൽ മാറ്റുരയ്ക്കുന്നത്.
ചൊവ്വാഴ്ച രാവിലെ പാലക്കാട് DDE സെലീന ബീവി പതാക ഉയർത്തി. തുടർന്ന് ഷൊർണൂർ MLA P മമ്മിക്കുട്ടി ദീപശിഖ അത്ലറ്റിക് ചാമ്പ്യൻ ആഷിഖ് സോണിക്ക് കൈമാറി മേളയ്ക്ക് തുടക്കം കുറിച്ചു. പ്രസാദ് മാഷ് ഉൾപ്പെടെ പറഞ്ഞു 3000-ലധികം വരുന്ന കുട്ടികൾ ഇവിടെ 3 ദിവസമായി പങ്കെടുക്കുന്നു എന്നാണ്. ആ 3000-ലധികം വരുന്ന കുട്ടികൾ പാലക്കാട് ജില്ലയിലെ വിവിധങ്ങളായുള്ള വിദ്യാലയങ്ങളിൽ നിന്ന് സബ് ജില്ലാ അടിസ്ഥാനത്തിലുള്ള മത്സരങ്ങളിൽ നിന്ന് വിജയികളായിട്ട് വന്നവരാണെന്നർത്ഥം. ഇവരിലാണ് നമുക്കിനി പ്രതീക്ഷ. നമ്മൾ പോകുന്നത് തിരുവനന്തപുരത്തേക്കാണെന്നർത്ഥം. തിരുവനന്തപുരത്ത് നടക്കുന്ന സംസ്ഥാന സ്കൂൾ ഒളിമ്പിക്സിൽ പാലക്കാട് ജില്ലക്ക് അല്പം ചില പോയിന്റ് കൊണ്ട് കഴിഞ്ഞ പ്രാവശ്യം നഷ്ടപ്പെട്ടു പോയ നമ്മുടെ ഷീൽഡ്, നമ്മുടെ കപ്പ്, അതുപോലെ തന്നെ 1ാം സ്ഥാനം നമുക്ക് നേടിയെടുക്കാൻ വേണ്ടി കഴിയണം. അപ്പം ഇവിടെ നിന്ന് വിജയികളായി പോകുന്ന ആളുകൾ ഏറ്റവും നല്ല പ്രകടനം കാഴ്ചവെച്ച് തുടർച്ചയായിട്ട് പാലക്കാടിൻ്റെ ആധിപത്യം നിലനിന്നിരുന്ന ഈ സംസ്ഥാനത്ത് കഴിഞ്ഞ വർഷം നഷ്ടപ്പെട്ടു പോയിട്ടുള്ള കിരീടം നമുക്ക് തിരിച്ചു പിടിക്കാനുള്ള വാശിയേറിയ രൂപത്തിലുള്ള മത്സരങ്ങൾ സംഘടിപ്പിക്കണം, കഴിവ് തെളിയിക്കണം, മികവ് തെളിയിക്കണം. പാലക്കാട് ജില്ലയിൽ നിന്ന് പങ്കെടുക്കുന്ന അത്ലറ്റുകളെ മറികടക്കാൻ മറ്റൊരു ജില്ലയിൽ നിന്നും സാധ്യമല്ല എന്ന ഒരു നിർബന്ധ ബുദ്ധിയോടുകൂടി നിങ്ങൾ ഇവിടെ നിന്ന് മത്സരിച്ച് ജയിക്കുക എന്നത് മാത്രമല്ല, സംസ്ഥാന അടിസ്ഥാനത്തിലുള്ള മത്സരത്തിലും വിജയശ്രീലാതിരായി പാലക്കാടിന്റെ അഭിമാനം സംരക്ഷിക്കാൻ നിങ്ങൾ മുന്നോട്ട് വരണം എന്നുകൂടി വിനയപരിശ്രമം അഭ്യർത്ഥിച്ചു. തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് VP റജീന അധ്യക്ഷയായി. പാലക്കാട് DDE സെലീന ബീവി, ജില്ലാ പഞ്ചായത്ത് അംഗം ഷാനിബ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സെറീന, തിരുമറ്റക്കോട പഞ്ചായത്ത് അംഗങ്ങളായ പ്രേമ, മുസ്തഫ തങ്ങൾ, തൃത്താല AEO പ്രസാദ്, BPC ദേവരാജൻ തുടങ്ങിയവരും വിവിധ സംഘടനാ ഭാരവാഹികളും അധ്യാപകരും ഉദ്യോഗസ്ഥരും രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും പങ്കെടുത്ത് സംസാരിച്ചു. സീനിയർ, സബ് ജൂനിയർ, ജൂനിയർ വിഭാഗങ്ങളിൽ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും മത്സരങ്ങൾ നടന്നു. 100 മുതൽ 800 മീറ്റർ വരെയുള്ള റണ്ണിംഗ് മത്സരങ്ങൾ, ഷോട്ട് പുട്ട്, റിലേ, ഡിസ്കസ് ത്രോ, ഹാമർ ത്രോ, വാക്ക് റേസ്, ലോങ് ജമ്പ്, ട്രിപ്പിൾ ജമ്പ്, ഹാർഡിൽസ് തുടങ്ങിയ ഇനങ്ങളിലാണ് ആദ്യ ദിനം വാശിയേറിയ മത്സരങ്ങൾ നടന്നത്. ഇടവേള. വാർത്തകൾ തുടരുന്നു. ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിൽ ബ്ലഡ് ബാങ്ക് പ്രവർത്തനം ആരംഭിച്ചു. K പ്രേംകുമാർ MLA ബ്ലഡ് ബാങ്കിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. MLA ഫണ്ടിൽ നിന്നും 73.5 ലക്ഷം രൂപ ചെലവഴിച്ചാണ് ബ്ലഡ് ബാങ്ക് സജ്ജീകരിച്ചിരിക്കുന്നത്. 80 മുതൽ 100 യൂണിറ്റ് വരെ രക്തം ശേഖരിക്കാവുന്ന സജ്ജീകരണം ബ്ലഡ് ബാങ്കിലുണ്ട്. ആശുപത്രിയുടെ നിലവിലുള്ള കെട്ടിടത്തിൽ തന്നെയാണ് ബ്ലഡ് ബാങ്ക് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. രക്തത്തോടൊപ്പം രക്തഘടകങ്ങളായ പ്ലേറ്റ്ലെറ്റ്സ്, പ്ലാസ്മ ഇവ സൂക്ഷിക്കുന്നതിനും രോഗികളുടെ ആവശ്യത്തിന് അനുസരിച്ച് വിതരണം ചെയ്യുന്നതിനുള്ള സൗകര്യവുമുണ്ട്. 24 മണിക്കൂർ പ്രവർത്തന സജ്ജമാണ് നിലവിലെ ബ്ലഡ് ബാങ്ക്. കഴിഞ്ഞ മാസം 17 മുതൽ ബ്ലഡ് ബാങ്കിന്റെ ട്രയൽ റൺ ആരംഭിച്ചിരുന്നു. K പ്രേംകുമാർ MLA ബ്ലഡ് ബാങ്ക് ഉദ്ഘാടനം ചെയ്തു. ചുരുക്കി പറഞ്ഞാൽ ഏതാണ്ട് ഒരു 5 വർഷത്തെ തുടർച്ചയായ ശ്രമത്തിന്റെ ഫലം കൂടിയാണ് ഇന്ന് താലൂക്ക് ആശുപത്രിയിൽ ഉദ്ഘാടനം ചെയ്യപ്പെടുന്ന ഈ ബ്ലഡ് ബാങ്ക് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ബ്ലഡ് ബാങ്കിന് വേണ്ടി പിന്നീട് ഞാൻ MLA ആയതിനു ശേഷം 23,51,000 രൂപ കൂടി ബ്ലഡ് ബാങ്കിന്റെ പ്രവർത്തനത്തിനായിട്ട് നീക്കിവെക്കുകയുണ്ടായി. ആ സംഖ്യയെല്ലാം നീക്കി വെച്ച് നമുക്കറിയാം, ഇത് മറ്റേതെങ്കിലും ഒരു കെട്ടിടം ആരംഭിക്കുന്നത് വരെ നമുക്ക് ആരംഭിക്കാൻ കഴിയുന്നതല്ല. അത് തുടങ്ങണമെങ്കിൽ, അതിന് അനുമതി ലഭിക്കണമെങ്കിൽ ദേശീയ തലത്തിൽ ഉൾപ്പെടെയുള്ള ടീം വന്ന് പരിശോധിച്ച് അവർ കണ്ടെത്തിയ ന്യൂനതകളെല്ലാം പരിഹരിച്ച് ഈ ലാബ്, അതുമായി ബന്ധപ്പെട്ട സൗകര്യങ്ങൾ, ബ്ലഡ് ബാങ്കിന്റെ എല്ലാ നിലയിലുള്ള കൃത്യമായിട്ടുള്ള സൂക്ഷ്മമായ കടമകളും പൂർത്തീകരിച്ചു എന്ന് ഉറപ്പുവരുത്തിയാൽ മാത്രമാണ് നമുക്ക് അതിന് ലൈസൻസ് ലഭിക്കുന്നത്. നഗരസഭാ ചെയർപേഴ്സൺ K ജാനകി ദേവി അധ്യക്ഷയായി. സ്ഥിരസമിതി അധ്യക്ഷൻ K അബ്ദുൽ നാസർ, കൗൺസിലർമാരായ K കല്യാണി, C സജിത്ത്, ജില്ലാ മെഡിക്കൽ ഓഫീസർ PV റോഷ്, ആശുപത്രി സൂപ്രണ്ട് MS പത്മനാഭൻ, മറ്റ് HMC അംഗങ്ങൾ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു. സമഗ്ര മേഖലയിലും വികസനമെന്ന് താഴേക്കോട് ഗ്രാമപഞ്ചായത്ത് വികസന സദസ്സ്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സോഫിയ വികസന സദസ്സ് ഉദ്ഘാടനം ചെയ്തു. സമഗ്ര മേഖലകളിലും നേട്ടം കൈവരിച്ചതായാണ് താഴേക്കോട് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ വിലയിരുത്തൽ. ആരോഗ്യ, വിദ്യാഭ്യാസ, അടിസ്ഥാന സൗകര്യ മേഖലകളിൽ മുന്നേറ്റമുണ്ടാക്കാൻ 5 വർഷം കൊണ്ട് പഞ്ചായത്തിന് സാധിച്ചു.
പട്ടിക വിഭാഗക്കാർക്ക് അനുവദിച്ച ഫണ്ട് മുഴുവൻ ചെലവഴിച്ചതിന് സംസ്ഥാന തലത്തിൽ അവാർഡ് നേടിയത് പഞ്ചായത്തിന്റെ വലിയ നേട്ടമാണ്. ലഭ്യമായ എല്ലാ ഫണ്ടുകളും 90% ചെലവഴിക്കാൻ പഞ്ചായത്തിന് കഴിഞ്ഞു. പഞ്ചായത്ത് കൈവരിച്ച നേട്ടങ്ങൾ വിവരിക്കുന്ന വികസന സദസ്സ് പഞ്ചായത്ത് പ്രസിഡന്റ് സോഫിയ ഉദ്ഘാടനം ചെയ്തു. 2020 ഡിസംബർ 20-നാണ് ഈ ഒരു ഭരണസമിതി അധികാരത്തിൽ വരുന്നത്. ഇപ്പോൾ ഈ 5 വർഷക്കാലം പിന്നിടുമ്പോൾ അപ്പോൾ ഒരു തിരിഞ്ഞുനോട്ടമാണ് ഈ ഒരു വികസന സദസ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വളരെ മനോഹരമായിട്ടുള്ളൊരു പരിപാടിയാണ് നമുക്ക് സർക്കാർ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഒരുപാട് വികസന നേട്ടങ്ങളോടൊപ്പം തന്നെ പോരായ്മകളുണ്ടാവും. അപ്പോൾ അതും ചർച്ച ചെയ്ത് ഇനി മുന്നോട്ട് വരുന്ന പുതിയൊരു ഭരണസമിതിക്ക് ആ ഒരു വിടവ് നികത്തിക്കൊണ്ട് മുന്നോട്ട് പോകുക എന്നുള്ളൊരു ഉദ്ദേശം കൊണ്ട് സർക്കാർ ഉദ്ദേശിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ 2020 മുതൽ നമ്മൾ വികസന പ്രവർത്തനങ്ങൾ നടത്തിയെങ്കിലും അതിലെല്ലാം തന്നെ ഇപ്പോൾ ഇവിടെ സൂചിപ്പിച്ചു, നമ്മൾ അഭിമാനപൂർവ്വം പറയാൻ പറ്റുന്നത് ഞങ്ങൾക്ക് ലൈഫ് ഭവന പദ്ധതി തന്നെയാണ്. നമ്മുടെ സർക്കാരിൻ്റെ ഒരു അഭിമാന പദ്ധതി തന്നെയായിരുന്നു ലൈഫ് ഭവന പദ്ധതി. അപ്പോൾ നമ്മുടെ പഞ്ചായത്ത് ഭരണസമിതി അധികാരത്തിൽ വരുമ്പോൾ നമ്മൾ ജനങ്ങൾക്ക് കൊടുത്ത വാഗ്ദാനങ്ങളിലെ വളരെ പ്രാധാന്യമേറിയ ഒന്ന് തന്നെയായിരുന്നു അത്. കയറി കിടക്കാൻ കൂരയില്ലാത്ത ആളുകൾക്ക് അവർക്കൊരു വീട് നൽകുക എന്നുള്ളത്. അതിനു വേണ്ടിയിട്ട് ലൈഫ് ഭവന പദ്ധതിയിൽ അപേക്ഷ വെച്ചിട്ടുള്ള മുഴുവൻ ആളുകളെ കൊണ്ടും എഗ്രിമെൻറ്റ് വെപ്പിക്കുക എന്നുള്ള തീരുമാനമാണ് ഈ ഒരു ഭരണസമിതി എടുത്തിട്ടുണ്ടായിരുന്നത്. ലൈഫ്, മാലിന്യ നിർമ്മാർജ്ജനം, അതിദരിദ്രമുക്ത കേരളം, സാമൂഹ്യക്ഷേമ മേഖലകളിൽ മുന്നേറാൻ പഞ്ചായത്തിന് സാധിച്ചു. അർഹരായ മുഴുവൻ പേർക്കും ലൈഫ് പദ്ധതിയിൽ വീട് അനുവദിച്ചു. 849 വീടുകളാണ് 5 വർഷത്തിനിടെ പഞ്ചായത്ത് നിർമ്മിച്ചത്. അർഹരായ മുഴുവൻ പേർക്കും ലൈഫ് പദ്ധതിയിൽ വീടുകൾ അനുവദിച്ചു. 849 വീടുകളാണ് 5 വർഷത്തിനിടെ പഞ്ചായത്തിൽ നിർമ്മിച്ചത്. മാലിന്യ നിർമ്മാർജ്ജന രംഗത്തും നേട്ടം കൈവരിക്കാൻ പഞ്ചായത്തിന് കഴിഞ്ഞു. ജില്ലയിലെ മികച്ച ഹരിതകർമ്മസേന പ്രവർത്തിക്കുന്നത് താഴേക്കോടാണ്. വിദ്യാഭ്യാസ രംഗത്തും മാതൃക തീർക്കാൻ പഞ്ചായത്തിന് കഴിഞ്ഞിട്ടുണ്ട്. 15 സെന്റ് സ്ഥലത്ത് 1 കോടി രൂപ ചിലവിൽ നിർമ്മിച്ച ബഡ്സ് സ്കൂൾ സംസ്ഥാനത്തിന് തന്നെ മാതൃകയാണ്. വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ, പഠനമുറി, ലാപ്ടോപ്പ്, സ്കോളർഷിപ്പ് എന്നിവ നൽകി. അംഗനവാടികൾക്ക് സ്വന്തം കെട്ടിടമൊരുക്കിയും സ്വന്തം സ്ഥലം കണ്ടെത്തിയും പഞ്ചായത്ത് മാതൃകയായിട്ടുണ്ട്. ജില്ലാ കളക്ടർ കനിഞ്ഞു. നാരായണൻ നമ്പൂതിരിക്ക് യാത്രാ പാസ് കൈയോടെ കിട്ടി. ഭിന്നശേഷിക്കാരനായ നമ്പൂതിരി 6 മാസമായി പാസിനായി സർക്കാർ ഓഫീസുകൾ കയറിയിറങ്ങാൻ തുടങ്ങിയിട്ട്. പാറശാല മുതൽ കാസർഗോഡ് വരെയുള്ള വിവിധ ക്ഷേത്രങ്ങളിൽ ശാന്തിക്കാരനായിരുന്നു കുമരമ്പത്തൂർ സാമ്പാണ്ട പെരിയമന SP നാരായണൻ നമ്പൂതിരി. ഇതിനിടെ സ്ട്രോക്ക് വന്ന് ഒരു ഭാഗം തളർന്നതോടെ ജോലി ചെയ്യാൻ കഴിയാതെയായി. ചികിത്സയ്ക്ക് ശേഷം പരസഹായത്തോടെ നടക്കാൻ കഴിയും. പഞ്ചായത്ത് അനുവദിച്ച പെട്ടിക്കടയാണ് ഉപജീവന മാർഗം. ഇതിനിടെ ഭാര്യയും രോഗബാധിതയായി. നേരത്തെ ഉണ്ടായിരുന്ന പാസിന്റെ കാലാവധി തീർന്നിട്ട് മാസങ്ങളായി. പുതുക്കാനായി RDO ഓഫീസിൽ പോയപ്പോൾ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് വേണമെന്ന് പറഞ്ഞു. ഇതിനായി താലൂക്ക് ആശുപത്രിയിലെത്തിയപ്പോൾ അഡ്മിറ്റ് ആവണമെന്ന് നിർദ്ദേശിക്കുകയായിരുന്നു. അഡ്മിറ്റായാൽ കൂടെ നിൽക്കാൻ ആളില്ലാത്തത് പ്രതിസന്ധിയായി. നേരത്തെ ജോലി ചെയ്തിരുന്ന ക്ഷേത്രങ്ങളിൽ ഇടയ്ക്ക് പോകാറുണ്ട്. പാസ് ഉപയോഗിച്ചാണ് യാത്ര ചെയ്യാറ്. കഴിഞ്ഞ ദിവസമാണ് നമ്പൂതിരി കളക്ടർ MS മാധവിക്കുട്ടിയെ നേരിൽ കണ്ട് തന്റെ പ്രയാസം ബോധിപ്പിച്ചത്. ഉടൻ തന്നെ കളക്ടർ ജില്ലാ RDOയെ വിളിച്ച് പാസ് അനുവദിക്കുന്നതിന് നിർദ്ദേശം നൽകി. 1 മണിക്കൂറിനകം നമ്പൂതിരിക്ക് പാസ് ലഭിച്ചു. ഇത്ര പെട്ടെന്ന് പാസ് ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ചില്ലെന്നും പറഞ്ഞറിയിക്കാൻ കഴിയാത്ത സന്തോഷമുണ്ടെന്നും നമ്പൂതിരി പറഞ്ഞു. ബസ് യാത്ര കൺസ്ട്രക്ഷൻ ചാർജിന് വേണ്ടിയിട്ട് ഒരുപാട് നടന്നു. പാലക്കാട് ജില്ലയിൽ മണ്ണാർക്കാട് പെരിന്തൽമണ്ണയ്ക്ക് ഒരുപാട് നടന്നു. പഴയ പാസ് കട്ടായിരിക്കുകയാണ്. ബസ്സിൽ പുതിയ പാസ് വേണമെന്ന് പറഞ്ഞു. ഒരുപാട് കഷ്ടപ്പെട്ടു. അവസാനം സുബൈറിൻ്റെ കെയറോഫിൽ, പിന്നെ മാധ്യമ പ്രവർത്തകൻ്റെ കെയറോഫിൽ പാലക്കാട് മറ്റേ കലക്ടർ ഓഫീസിൽ പോയി അത് ശരിയാക്കി തന്നു. അപ്പോൾ അതിന് നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തി പോന്നു. എനിക്കിപ്പോൾ അത്യാവശ്യം വേണ്ടത് ഒരു ദിവസം 15 ഗുളിക കഴിക്കുന്നുണ്ട്. ആ ഗുളികയുടെ ദക്ഷിണ അതിലുപരി പറ്റുമെങ്കിൽ ഒരു ഇലക്ട്രോണിക് വണ്ടി കിട്ടിയാൽ വലിയ ഉപകാരപ്രദമായിരിക്കും. പൊതു സുഹൃത്തുക്കൾ, പൊതു നാട്ടുകാരും എല്ലാവരും സഹായിച്ചാണ് എൻ്റെ ജീവിതമാർഗം മുമ്പോട്ട് പോകുന്നത്. പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇന്നലെ അത്യാവശ്യപരമായി വികലാംഗ കാർഡ് ശരിയാവാത്തതിനാൽ പാലക്കാട് കലക്ടർ ഓഫീസ് പോയി അവിടുന്ന് 1 മണിക്കൂർ കൊണ്ട് കാർഡ് പാസ്സാക്കി തന്നു. യാതൊരു ബുദ്ധിമുട്ടും വന്നില്ല. അവിടുത്തെ ജീവനക്കാർ എന്നെ കയ്യും പിടിച്ച് മറ്റേ ഇതിൽ കൊണ്ട് കയറ്റിയിരുത്തി കളക്ടറെ കണ്ടു. 1 മണിക്കൂറിനുള്ളിൽ കാര്യങ്ങൾ ശരിയാക്കി തിരിച്ചു പോകണം. പിന്നെ ലിഫ്റ്റിലാക്കിയിട്ടത് ഉദ്യോഗസ്ഥന്മാരും ജീവനക്കാരും എൻ്റെ ഒപ്പം ഉണ്ടായിരുന്നു. നല്ലൊരു സൗകര്യ സ്വീകരണമാണ് ലഭിച്ചത്. ഇതിൽ പരം നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തുന്നു. ഇതുവരെ ഇങ്ങനൊരു നല്ല സ്വീകരണം എനിക്ക് ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല.
കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പും ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് പഞ്ചായത്തിന്റെയും വിവിധ കൃഷിഭവനുകളുടെയും നേതൃത്വത്തിൽ പരമ്പരാഗത കൃഷിരീതികളെ പ്രോത്സാഹിപ്പിക്കുന്ന ഭാരതീയ പ്രകൃതി കൃഷി പദ്ധതിയുടെ ഭാഗമായ കിസാൻ മേള സംഘടിപ്പിച്ചു. കെ പ്രേംകുമാർ MLA സ്റ്റാളുകളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ശ്രീകൃഷ്ണപുരം ഒരു ചെറിയ ശ്രീകൃഷ്ണപുരമല്ല, ശ്രീകൃഷ്ണപുരത്തെ കാർഷിക മേഖലയിൽ ചെറുതല്ല. കാലിഫോർണിയ ഉൾപ്പെടെയുള്ള വിദേശ യൂണിവേഴ്സിറ്റികളിലെ വിദ്യാർത്ഥികൾ ജൈവ കൃഷിയെ സംബന്ധിച്ച് പ്രകൃതി ചികിത്സ ഉൾപ്പെടെയുള്ള വളരെ പ്രത്യേകമായിട്ടുള്ള നമ്മുടെ നാടിന്റെ കാർഷിക സംസ്കൃതിയെ സംബന്ധിച്ച്, വൈവിധ്യത്തെ സംബന്ധിച്ച് അറിയാനും മനസ്സിലാക്കാനും വരുന്ന പ്രദേശം കൂടിയാണ് നമ്മുടെ ശ്രീകൃഷ്ണപുരം എന്നത് അഭിമാനത്തോടു കൂടി നമുക്ക് പറയാനാകും എന്നുകൂടി ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുകയാണ്. ഡ്രോൺ, കൃത്യത കൃഷി, ഓൺലൈൻ മാർക്കറ്റിംഗ്, ജൈവ കൃഷി, കൂൺകൃഷി എന്നിവയെക്കുറിച്ചുള്ള സെമിനാറുകളും സംഘടിപ്പിച്ചു. വിവിധ സ്റ്റാളുകളിൽ ഫലവൃക്ഷ തൈകൾ, അലങ്കാര സസ്യങ്ങൾ, കാർഷിക മേഖലയിലെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ പ്രദർശനം, വിപണനം എന്നിവയുണ്ടായി. ബുധനാഴ്ചയും മേള തുടരും. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുനിത ജോസഫ് അധ്യക്ഷത വഹിച്ചു. ചെർപ്പളശ്ശേരി നഗരസഭാ ചെയർമാൻ P. രാമചന്ദ്രൻ, ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് C. രാജിക, കടമ്പളിപ്പുറം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശാസ്തകുമാർ, കാരാകുറിശി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രേമലത, ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് M. സൈദാലി, ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്ഥിര സമിതി ചെയർപേഴ്സൺ VK രാധിക തുടങ്ങിയവരും മറ്റ് ജനപ്രതിനിധികളും, കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ KV ശ്രീജ, ശ്രീകൃഷ്ണപുരം കൃഷി ഓഫീസർ നിമിത, വിവിധ കൃഷിഭവനിലെ കൃഷി ഉദ്യോഗസ്ഥർ, കർഷകർ എന്നിവർ പങ്കെടുത്തു. പാലക്കാട് ജില്ലയിലൂടെ കടന്നുപോകുന്ന മലയോര ഹൈവേയുടെ ആദ്യ റീച്ചിൽ ടാറിങ്ങിനായുള്ള പ്രാഥമിക പ്രവൃത്തികൾ ത്വരിതഗതിയിൽ നടക്കുന്നു. കോട്ടപ്പാടം ഭാഗത്താണ് റോഡിന്റെ ഉപരിതലം പൊളിച്ച് മെറ്റൽ മിശ്രിതം നിരത്തി തുടങ്ങിയത്. മലപ്പുറം ജില്ലാ അതിർത്തിയായ കാഞ്ഞിരംപാറയിൽ നിന്നും കുമരമ്പത്തൂർ ചുങ്കം വരെയുള്ള 18.1 കിലോമീറ്റർ ദൈർഘ്യത്തിലാണ് പാത നവീകരിക്കുന്നത്. കോട്ടപ്പാടം മുതൽ അലനല്ലൂർ പഞ്ചായത്ത് പരിധി വരെയുള്ള 5 കിലോമീറ്റർ ദൂരത്തിൽ ആദ്യ ടാറിംഗ് നടത്താനുള്ള പ്രവൃത്തികളാണ് കേരള റോഡ് ഫണ്ട് ബോർഡ് ആരംഭിച്ചത്. റോഡിന് ബലം നൽകുന്നതിനായി കല്ലുകളും കോറിപ്പൊടിയും വെള്ളവും ചേർത്ത് നിർമ്മിക്കുന്ന മിശ്രിതം പാകുന്ന പ്രവൃത്തിയാണ് നടക്കുന്നത്. ഇതിനു മുകളിലാണ് BM&BC ടാറിംഗ് നടത്തുക. കൂമഞ്ചേരിക്കുന്നിന് സമീപത്തായാണ് നിലവിൽ പ്രവൃത്തികൾ നടന്നുവരുന്നത്. വേനൽക്കാലം എത്തുമ്പോഴേക്കും ആദ്യഘട്ട ടാറിംഗ് പൂർത്തിയാക്കാനാണ് ശ്രമം. വിവിധ ഭാഗങ്ങളിലായി കലുങ്കിൻ്റെ പ്രവൃത്തികളും നടന്നുവരുന്നുണ്ട്. മഴ മാറി നിൽക്കുന്ന അനുകൂല സാഹചര്യം പ്രയോജനപ്പെടുത്തിയാണ് പ്രവൃത്തികളെല്ലാം വേഗത്തിൽ പുരോഗമിക്കുന്നത്. ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ് റോഡ് നിർമ്മാണം നടത്തുന്നത്. 91.4 കോടി രൂപയാണ് ഇതിനായി ചെലവഴിക്കുന്നത്. പാണ്ടിക്കാട് പുതുചരിത്രം കുറിച്ച് മധുരസാന്ത്വനം മെഗാ പാലട പായസ ചലഞ്ച് 22,000 ലിറ്റർ പായസമാണ് തയ്യാറാക്കി വിതരണം ചെയ്തത്. പാണ്ടിക്കാട് സാന്ത്വനം പാലിയേറ്റീവ് കെയർ സൊസൈറ്റിയുടെ ധനശേഖരണാർത്ഥമാണ് മെഗാ പാലട പായസ ചലഞ്ച് നടത്തിയത്. മധുരസാന്ത്വനം അക്ഷരാർത്ഥത്തിൽ ചരിത്രമായി. നാടും നാട്ടുകാരും ഒരേ മനസ്സോടെ കൈകോർത്തപ്പോൾ അത് വിജയഗാഥ തീർത്തു. പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്തിലെയും കീഴാറ്റൂർ പഞ്ചായത്തിലെ നെന്മിനി വില്ലേജിലെയും 350 പരം രോഗികളുടെ ആശ്രയകേന്ദ്രമാണ് പാണ്ടിക്കാട് സാന്ത്വനം പാലിയേറ്റീവ് കെയർ സൊസൈറ്റി. ഇത്രയും രോഗികൾക്ക് യഥാസമയം പരിചരണം നൽകുന്നതിനും മറ്റു സേവനങ്ങൾക്കുമായി ഭാരിച്ച തുക തന്നെ ആവശ്യമാണ്. ഇത്തരമൊരു സാഹചര്യത്തിലാണ് ഒരു ചലഞ്ച് നടത്തുക എന്ന ആശയത്തിലെത്തിയത്. കിടപ്പ് രോഗികൾക്ക് സാന്ത്വനമേകുന്ന ചലഞ്ചായതുകൊണ്ട് തന്നെ മധുരത്തിൽ ചാലിച്ച ചലഞ്ച് സംഘടിപ്പിക്കുവാൻ തീരുമാനിച്ചു. അങ്ങനെ മധുരസാന്ത്വനം എന്ന പേരിൽ ഒരു മെഗാ പാലട പായസ ചലഞ്ച് നടത്തുക എന്ന തീരുമാനത്തിലെത്തി. 20,000 ലിറ്റർ പായസം തയ്യാറാക്കി 50 ലക്ഷം രൂപ സമാഹരിക്കുകയായിരുന്നു ലക്ഷ്യം. ഓഗസ്റ്റ് 2-ന് ചലഞ്ചിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം നടന്നു. പിന്നീടങ്ങോട്ട് എണ്ണയിട്ട യന്ത്രം കണക്കെയുള്ള പ്രവർത്തനം. വിവിധ പ്രദേശങ്ങളെ ഉൾപ്പെടുത്തി ഓരോ മേഖലകളാക്കി തിരിച്ച് കോർണർ മീറ്റിംഗുകളും ക്ലബ്ബുകൾ കേന്ദ്രീകരിച്ച് ബോധവൽക്കരണ സംഗമങ്ങളും നടത്തി. ഒടുവിൽ വിവിധ സംഘടനകളും ക്ലബ്ബുകളും ഇതിന്റെ ഓർഡറുകൾ ഏറ്റെടുക്കുന്ന പ്രവർത്തനത്തിലെത്തി. വീടുകൾ കയറിയിറങ്ങിയുള്ള ഓർഡറുകൾ സ്വീകരിക്കലും കൃത്യമായി നടന്നു. സൂചിച്ച പോലെ 22,000 ലിറ്റർ പാകം ചെയ്ത് ജനങ്ങളിലേക്ക് എത്തുക എന്നതിലുപരി നമ്മൾ ഏറ്റവും കൂടുതൽ നമുക്ക് സന്തോഷം പ്രദാനം ചെയ്ത് ഈ പാലിയേറ്റീവ് എന്ന സന്ദേശം ഈ പാണ്ടിക്കാട് പഞ്ചായത്തിലെയും നെന്മിനി വില്ലേജിലെയും മുക്കിലും മൂലയിലും എത്തി എന്നുള്ളതാണ്. അതിൽ ഉപരിയായിട്ട് ഈ പാണ്ടിക്കാട് പഞ്ചായത്തിലുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളും, എല്ലാ മതനേതാക്കന്മാരും, എല്ലാ സംഘടനകളും ഇതിനു വേണ്ടി ഒന്നിക്കുകയും ഒരു പാണ്ടിക്കാട് മോഡൽ ഒരു സൽക്കർമ്മത്തിന് വേണ്ടിയുള്ള ഒരു കൂട്ടായ്മ രൂപപ്പെട്ടു വരുന്നു എന്നുള്ളതും ഞങ്ങൾ വളരെയധികം സന്തോഷിപ്പിക്കുന്നു. ചലഞ്ച് സുതാര്യമാക്കുന്നതിനായി ഒരു വെബ് പോർട്ടലും പുറത്തിറക്കി. അങ്ങനെ പാണ്ടിക്കാട്ടുകാർ എല്ലാവരും പായസ ചലഞ്ച് എന്ന ഒറ്റ വികാരത്തിലെത്തി.
രാഷ്ട്രീയ വൈര്യവും വലിപ്പച്ചെറുപ്പവുമെല്ലാം മാറ്റിവെച്ച് സഹജീവി സ്നേഹത്തിന്റെ ഉദാത്ത മാതൃക തീർക്കാൻ അവർ കൈമീമറന്ന് രംഗത്തിറങ്ങി. സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന പായസ ചലഞ്ച് ഇന്നിവിടെ സജീവമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. കീഴാറ്റൂർ പഞ്ചായത്തിലെ നെമ്മനി വില്ലേജും പാണ്ടിക്കാട് പഞ്ചായത്തും ഉൾക്കൊണ്ട് 22,000-ഓളം വരുന്ന ലിറ്റർ പായസമാണ് ഇന്ന് ഇവിടെ തയ്യാറാക്കി ഇന്നും നാളെയുമായി വിതരണം ചെയ്യുന്നത്. പാണ്ടിക്കാട് പഞ്ചായത്തിലും കീഴാറ്റൂർ പഞ്ചായത്തിലും നെമ്മനി വില്ലേജിലുമുള്ള രോഗികൾക്ക് വേണ്ടി ചികിത്സാർത്ഥം ഫണ്ട് കണ്ടെത്തുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ പരിപാടി നമ്മൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഏകദേശം 1.5 ലക്ഷത്തിലധികം ഗ്ലാസ് പായസം തയ്യാറാക്കി അത് ഇന്നും നാളെയുമായി കുടുംബങ്ങളിൽ എത്തിക്കുക, അതുപോലെ സമൂഹത്തിലെ വിവിധങ്ങളായ ഭാഗങ്ങളിൽ എത്തിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രധാനപ്പെട്ട പദ്ധതി. ഇതോടനുബന്ധിച്ച് പാലിയേറ്റീവിന് വേണ്ടുന്ന ഫണ്ട് കണ്ടെത്തുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ പരിപാടി ഞങ്ങൾ സംഘടിപ്പിച്ചത്. ചലഞ്ച് പാണ്ടിക്കാട്ടാണ് നടന്നതെങ്കിലും കീഴാറ്റൂർ പഞ്ചായത്തിലെ നെന്മിനി മേഖലയിൽ ഉള്ളവരും സജീവമായി തന്നെ രംഗത്തുണ്ടായിരുന്നു. ബിരിയാണി ചലഞ്ച് പോലെ വിജയിപ്പിക്കാൻ കഴിയുമോ എന്ന തരത്തിലുള്ള നിരവധി വെല്ലുവിളികൾ പായസ ചലഞ്ചിന് ഉണ്ടായിരുന്നെങ്കിലും 20,000 ലിറ്റർ പ്രതീക്ഷിച്ചിടത്ത് നിന്ന് 22,000 കടന്ന കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത്. പായസത്തിന്റെ അടമുതൽ തയ്യാറാക്കാനുള്ള പന്തൽ വരെ സുമനസ്സുകളാൽ ലഭിച്ചപ്പോൾ മധുരസാന്ത്വനം ഇരട്ടി മധുരമല്ല 100 ഇരട്ടി മധുരസാന്ത്വനമായി മാറി. പ്രിയപ്പെട്ടവരെ, 22,000 ലിറ്റർ പായസം ഓർഡർ എടുത്ത് വിവിധ ക്ലബ്ബുകളുടെയും കൂട്ടായ്മകളുടെയും നേതൃത്വത്തിൽ പാണ്ടിക്കാട് നെമ്മിനി വില്ലേജുകളെ മൊത്തം 5 സോണായി തിരിച്ച് ഈ സോണിലുള്ള 1.5 ലക്ഷം ഗ്ലാസ് പായസം ഏകദേശം 22,000 വീടുകളിൽ എത്തിക്കുന്ന മഹത്തായ ഒരു പ്രവർത്തനമാണ് ഇന്നിവിടെ നടക്കുന്നത്. പാണ്ടിക്കാട് സാന്ത്വനം പാലിയേറ്റീവ് സൊസൈറ്റിക്ക് അതിൻ്റെ പ്രവർത്തന ഫണ്ട് ശേഖരിക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് ഈ ഒരു പ്രോഗ്രാം ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. നാട്ടിലുള്ള എല്ലാ രാഷ്ട്രീയ യുവജന സംഘടനകളും മറ്റ് കൂട്ടായ്മകളും ക്ഷേത്ര പള്ളി കമ്മിറ്റികളടക്കമുള്ള എല്ലാ വിഭാഗം ആളുകളും കൂട്ടായി സഹകരിക്കുന്ന അപൂർവമായ ഒരു പ്രോഗ്രാമായിട്ടത് മാറിയതിൽ വളരെ സന്തോഷം അറിയിക്കുന്നു. ഒക്ടോബർ 14 അറിയപ്പെട്ട ചലഞ്ച് 13 ഉച്ചയ്ക്ക് ശേഷം തന്നെ പാചകത്തിനുള്ള തയ്യാറെടുപ്പ് ആരംഭിച്ചു. പിന്നീടുള്ള കാഴ്ച കണ്ടുനിന്നവർക്ക് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത നിർവൃതിയായി മാറി. പെരിന്തൽമണ്ണ റോഡിലെ മധുര സാന്ത്വന നഗരി തിരക്കിൽ അമർന്നു. എന്നാൽ ഈ തിരക്കെല്ലാം ചലഞ്ച് കാണാൻ വന്നവരുടേതായിരുന്നില്ല. ഒറ്റക്കെട്ടായി ചലഞ്ച് വിജയിപ്പിക്കാൻ എത്തിയവരുടേതായിരുന്നു. റോഡിലെ ഗതാഗതം നിയന്ത്രിക്കാൻ ട്രോമ കെയർ പോലീസ് വളണ്ടിയർമാരുടെ സേവനം, അകത്ത് യൂത്ത് ലീഗ്, വൈറ്റുകാട് യൂത്ത് കെയർ, യൂത്ത് ബ്രിഗേഡ് എന്നിവരുടെ സജീവ ഇടപെടലുകൾ, കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയും വ്യാപാരി വ്യവസായി സമിതിയും വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും സാംസ്കാരിക കൂട്ടായ്മയായ ഇക്കിഗായും അങ്ങനെ എണ്ണിയാൽ ഒടുങ്ങാത്ത കൂട്ടായ്മകളും കൂട്ടായ്മകളുടെ തണലുകൾ ഇല്ലാത്ത മനുഷ്യസ്നേഹികളും പിന്നെ നാടിൻ്റെ ചാലക ശക്തികളായി പ്രവർത്തിച്ച ക്ലബ്ബ് പ്രവർത്തകരും. പായസം തയ്യാറാക്കി പാക്കുകളിലാക്കിയത് പ്രതീക്ഷിച്ചതിലും നേരത്തെ തന്നെ. പാലിയേറ്റീവിനായി ഇങ്ങനെയൊരു ചലഞ്ച് ഇതാദ്യമായിരിക്കും. ചരിത്ര സംഭവത്തിന് മേൽനോട്ടം വഹിച്ച് അഡ്വക്കേറ്റ് UA ലത്തീഫ് ഉൾപ്പെടെയുള്ളവരും സ്ഥലത്ത് സജീവമായിരുന്നു. ഇപ്പോൾ തന്നെ ആളുകൾ സ്വീകരിച്ചു കഴിഞ്ഞു, ഓർഡർ ലഭിച്ചു. അതിനു പുറമേയും ജനങ്ങൾ പാണ്ടിക്കാട്ടും അതുപോലെ തന്നെ കീഴാറ്റൂർ പഞ്ചായത്തിലെ നെന്മിനി വില്ലേജിൽപ്പെട്ട ആളുകൾ ഈ പ്രസ്ഥാനത്തെ, ഈ സംരംഭത്തെ നെഞ്ചിലേറ്റിക്കൊണ്ട് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി, മറ്റ് ജാതിമത ചിന്തകൾക്ക് അതീതമായി എല്ലാവരും ഒറ്റക്കെട്ടായി മനുഷ്യരാണ്, മനുഷ്യരായ സഹജീവികളെ, പാവപ്പെട്ട രോഗികളെ സഹായിക്കുവാൻ മറ്റെല്ലാം മറന്ന് ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുന്നതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ആയിരക്കണക്കിന് ആളുകളാണ് ഈ പ്രദേശത്ത് എത്തിച്ചേർന്നിട്ടുള്ളത്. എല്ലാവരും ഈ സംരംഭത്തെ സഹായിക്കുന്നവരാണ്. ന്യൂസ് ബ്യൂറോ, പാണ്ടിക്കാട്. പാണ്ടിക്കാടിന്റെ മാധുര സാന്ത്വനത്തിനായി ഒഴുകിയെത്തിയത് സഹായങ്ങളുടെ പ്രവാഹം. വിവിധ വ്യക്തികളും കൂട്ടായ്മകളും സംഘടനകളും പായസം തയ്യാറാക്കുന്നതിനുള്ള അടമുതൽ ഒരുക്കുന്നതിനുള്ള പന്തൽ വരെ സംഭാവനയായി നൽകി. 20,000 ലിറ്റർ പായസം തയ്യാറാക്കി 50 ലക്ഷം രൂപ സമാഹരിക്കുക എന്ന ലക്ഷ്യം പാണ്ടിക്കാടിന്റെ മനുഷ്യസ്നേഹത്തിന്റെ മറ്റൊരു അധ്യായം കൂടിയായി മാറി. രോഗികൾക്ക് കൈത്താങ്ങാവാനാണ്, അവർക്ക് മികച്ച പരിചരണം നൽകാനാണ്, അവർക്കുള്ള വിവിധ ചികിത്സാ സൗകര്യങ്ങൾ പാണ്ടിക്കാട് തന്നെ ഒരുക്കാനാണ്. ഇത്രയും കേട്ടപ്പോൾ തന്നെ കരുണപറ്റാത്ത ഹൃദയങ്ങൾ മറ്റൊരു ആലോചനയ്ക്കും മുതിർന്നില്ല. 20,000 ലിറ്റർ പായസം തയ്യാറാക്കാൻ ഏകദേശം 20 ലക്ഷത്തിൽ പരം രൂപ ചിലവ് വരും. എന്നാൽ അതിലും വലിയ തുക ചലഞ്ചിന് മുൻപ് തന്നെ ലഭിച്ചു തുടങ്ങി. 100 രൂപ മുതൽ ലക്ഷങ്ങളും ഭൂമി വരെ സംഭാവനയായി നൽകിയവർ ഇക്കൂട്ടത്തിലുണ്ട്.
സഹായങ്ങളുടെ പെരുമഴ തന്നെയാണ് മധുര സാന്ത്വനത്തിനായി പെയ്തിറങ്ങിയത്. ഓർഡറുകൾ സ്വീകരിക്കാൻ ആരോഗ്യപരമായ മത്സരത്തോടെ ക്ലബ്ബുകളും മുന്നിട്ടിറങ്ങി. ഇതേ ആവേശം പായസം തയ്യാറാക്കാനുള്ള സമയത്തും കാണാൻ സാധിച്ചു. തിങ്കളാഴ്ച രാത്രിയും നിരവധി കൂട്ടായ്മകൾ സഹായങ്ങൾ കൈമാറി. ഇതിലും 10,000 മുതൽ ലക്ഷങ്ങൾ വരെയുള്ള സംഖ്യകൾ സ്ഥാനം പിടിച്ചു. 1,11,011 രൂപ, അതായത് 2,100 കിലോ പഞ്ചസാരയും 300 ലിറ്റർ പാലും 550ഓളം ലിറ്റർ പായസവും ഓർഡർ ചെയ്ത് ചരിത്രം സൃഷ്ടിച്ചിട്ടുണ്ട്. എല്ലാ പ്രിയപ്പെട്ടവരും കൂടെ നിന്നിട്ടുണ്ട്. പാലിയേറ്റീവിൻ്റെ പ്രവർത്തനങ്ങൾ എന്നും വ്യാപാരി വ്യവസായി ശക്തമായ പിന്തുണയുമായി കൂടെ ഉണ്ടാകാറുണ്ട്. എല്ലാ ജനുവരി പാലിയേറ്റീവ് ഡേ കെയർ ദിനങ്ങളിലും റോഡ് കളക്ഷൻ അടക്കം നടത്തി എല്ലാ വർഷവും സ്ഥിരമായിട്ട് 1,00,000-ൽ കുറയാത്ത സംഖ്യ പ്രിയപ്പെട്ട മെമ്പർമാരുടെ കൂടെ സഹകരിക്കാറുണ്ട്. ഈ വർഷവും ഇതിനെ സഹകരിച്ച എല്ലാ പ്രിയപ്പെട്ടവരുള്ള നന്ദി അറിയിക്കുകയാണ്. മികച്ച സംഘാടനം പായസ ചലഞ്ചിനെ പാണ്ടിക്കാടൻ പെരുമയുടെ ഭാഗമാക്കി. കായികവും സാമ്പത്തികവും മാനസികപരവുമായ ശേഷി ചലഞ്ചിന് സമർപ്പിക്കാൻ എത്തിയത് ആയിരങ്ങളാണ്. 1.5 ഗ്രാമപഞ്ചായത്ത് ഉൾപ്പെടുന്ന പ്രദേശത്ത് നിന്നാണ് ഇത്രയും വലിയ ചലഞ്ച് നടത്താനായത് എന്നതാണ് ഇതിനെ കൂടുതൽ ശ്രദ്ധേയമാക്കുന്നത്. ന്യൂസ് ബ്യൂറോ, പാണ്ടിക്കാട്. കരിങ്കല്ലത്താണി വെട്ടത്തൂർ റോഡിൽ അരക്കുപറമ്പ് കുറ്റിപ്പുളി ഭാഗത്ത് റോഡിന് ഇരുവശമുള്ള ഗർത്തങ്ങൾ വാഹനങ്ങൾക്ക് അപകടക്കെണിയാകുന്നു. റോഡിൽ നിന്നും 10 അടിയോളം താഴ്ചയുള്ള ഈ ഭാഗത്ത് സംരക്ഷണ വേലികളോ മറ്റ് സുരക്ഷാ സംവിധാനങ്ങളോ ഇല്ല. നിലവിൽ റോഡ് നവീകരണ പ്രവർത്തനവും നടക്കുന്നുണ്ട്. ഇതോടൊപ്പം സുരക്ഷാ സംവിധാനങ്ങൾ കൂടി സ്ഥാപിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. കോഴിക്കോട് പാലക്കാട് ദേശീയപാത കരിങ്കലത്താണിയിൽ നിന്നും വെട്ടത്തൂരിലേക്കുള്ള റോഡിൽ അരക്കുപറമ്പ് കുറ്റിപ്പുളി ഭാഗത്താണ് വാഹനങ്ങൾക്ക് അപകടക്കെണിയായി റോഡിന് ഇരുവശവും ഗർത്തങ്ങളുള്ളത്. റോഡിൽ നിന്നും 10 അടിയോളം താഴ്ചയുണ്ട് ഗർത്തങ്ങൾക്ക്. 2 വലിയ വാഹനങ്ങൾ നേർക്കുനേർ വന്നാൽ കഷ്ടിച്ച് കടന്നുപോകാനുള്ള സ്ഥലം മാത്രമാണ് ഇവിടെയുള്ളത്. റോഡ് നവീകരണ പ്രവൃത്തികൾ നടത്തുന്ന സമയത്ത് സംരക്ഷണ സംവിധാനങ്ങൾ സ്ഥാപിക്കാൻ ബന്ധപ്പെട്ടവർ തയ്യാറായിട്ടില്ല. എന്നാൽ നിലവിൽ പാതയുടെ നവീകരണം നടക്കുന്നുണ്ട്. ഈ പ്രവൃത്തിയോടൊപ്പം സുരക്ഷാ സംവിധാനങ്ങൾ സ്ഥാപിക്കാൻ ബന്ധപ്പെട്ടവർ തയ്യാറാകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. സംരക്ഷണ വേലികൾ മാത്രമല്ല, മുന്നറിയിപ്പ് ബോർഡുകളും ഇല്ല. ദേശീയപാതയിൽ നിന്നും വെട്ടത്തൂർ, മേലാറ്റൂർ തുടങ്ങിയ ഭാഗങ്ങളിലേക്ക് എത്താൻ ഏറ്റവും എളുപ്പമാർഗമാണ് ഈ റോഡ് എന്നതിനാൽ ദിവസവും നിരവധി വാഹനങ്ങളാണ് ഇതുവഴി കടന്നുപോകുന്നത്. കൂടാതെ പെരിന്തൽമണ്ണയിൽ നിന്നും വെട്ടത്തൂരിലേക്ക് നിരവധി സ്വകാര്യ ബസ്സുകളും ഇതുവഴി സർവീസ് നടത്തുന്നുണ്ട്. SYS പട്ടാമ്പി സോൺ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഒരു പകൽ നീണ്ടു നിൽക്കുന്ന സ്നേഹലോകം പ്രവാചക പഠന സംഗമം ശനിയാഴ്ച വല്ലപ്പുഴയിൽ നടക്കുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വല്ലപ്പുഴ യാറം സെന്ററിൽ പ്രത്യേകം സജ്ജമാക്കിയ നഗരിയിൽ രാവിലെ 9:30 മുതൽ വൈകിട്ട് 6:30 വരെയാണ് പരിപാടി. തിരുവസന്തം 1500 എന്ന തലക്കെട്ടിൽ കേരള മുസ്ലിം ജമാഅത്തിന്റെ നേതൃത്വത്തിൽ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന മിലാദ് ക്യാമ്പയിന്റെ ഭാഗമായി കേരളത്തിലെ 130 സോൺ കേന്ദ്രങ്ങളിൽ സംഘടിപ്പിക്കുന്ന സ്നേഹലോകം പരിപാടിയുടെ ഭാഗമായാണ് പട്ടാമ്പി സോൺ പ്രോഗ്രാം വല്ലപ്പുഴയിൽ സംഘടിപ്പിച്ചിട്ടുള്ളത്. ശനിയാഴ്ച രാവിലെ 9:30 കേരള മുസ്ലിം ജമാഅത്ത് പട്ടാമ്പി സോൺ ജനറൽ സെക്രട്ടറി മുഹമ്മദ് അലി സാദി പതാക ഉയർത്തും. സമസ്ത കേന്ദ്ര മുശവറ അംഗം KP മുഹമ്മദ് മുസ്ലിയാർ കൊമ്പം ഉദ്ഘാടനം നിർവഹിക്കും. തുടർന്ന് സ്നേഹത്തിൻ്റെ മധുരം, മാധ്യമ നിലപാടിൻ്റെ സൗന്ദര്യം, പ്രവാചകന്റെ കർമ്മഭൂമി, ഉസ്വത്തുൻ ഹസന, സ്നേഹ സന്ദേശം തുടങ്ങിയ സെഷനുകളിൽ PC സിദ്ദിഖ് സഖാഫി അരിയൂർ, അബ്ദുൽ ജലീൽ സഖാഫി കടലുണ്ടി, ജാഫർ ചേലക്കര, NM സാദിഖ് സഖാഫി പെരിന്താറ്റിരി, ഉമ്മർ ഓങ്ങല്ലൂർ, സൈദലവി പൂതക്കാട്, MV സിദ്ദിഖ് സഖാഫി ഒറ്റപ്പാലം എന്നിവർ സംസാരിക്കും. വൈകിട്ട് 4:30 നടക്കുന്ന പ്രവാചക പഠന സെമിനാറിൽ പ്രശസ്ത എഴുത്തുകാരനും മലയാളം സർവകലാശാല മുൻ സിൻഡിക്കേറ്റ് അംഗവുമായ ഡോക്ടർ CP ചിത്രഭാനു മുഖ്യാതിഥിയായിരിക്കും. പട്ടാമ്പി സോൺ പരിധിയിലെ 6 സർക്കിളുകളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട 300-ലധികം സ്ഥിരം അംഗങ്ങൾ പരിപാടിയിൽ പങ്കെടുക്കുമെന്നും സംഘാടകർ പറഞ്ഞു. ക്യാമ്പയിന്റെ ഭാഗമായി കഴിഞ്ഞ നബിദിന മാസത്തിൽ വ്യത്യസ്തങ്ങളായ പദ്ധതികളാണ് നടന്നത്. അതോട് അനുബന്ധമായി തന്നെ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന വൈവിധ്യമാർന്ന പരിപാടികളാണ് പ്രസ്ഥാനം ആവിഷ്കരിച്ചു വരുന്നത്. അതിലേറ്റവും സുപ്രധാനമായ ഒരു പകൽ മുഴുവൻ നീണ്ടു നിൽക്കുന്ന പ്രവാചക ജീവിത പഠന സെഷൻ സ്നേഹലോകം എന്ന പേരിൽ കേരളത്തിലെ 130ഓളം വരുന്ന സോൺ കേന്ദ്രങ്ങളിൽ നടക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ടുള്ള നമ്മുടെ പട്ടാമ്പി സോൺ സ്നേഹലോകം, SYSന്റെ പട്ടാമ്പി സോൺ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന സ്നേഹലോകം എന്ന പ്രവാചക പഠന പരിപാടി ഈ വരുന്ന 2025 ഒക്ടോബർ 18 ശനിയാഴ്ച രാവിലെ 9:30 മുതൽ വൈകുന്നേരം 6:30 വരെ വല്ലപ്പുഴ പഞ്ചായത്തിലെ വല്ലപ്പുഴ യാറം സെന്ററിൽ പ്രത്യേകം സജ്ജമാക്കിയ നഗരിയിൽ വെച്ച് നടക്കുകയാണ്. പുതിയ കാല സാഹചര്യത്തിൽ പ്രവാചക ദർശനങ്ങളുടെ പ്രാധാന്യവും
സ്നേഹവും അതുപോലെ തന്നെ മമതയും മൈത്രിയും ഒക്കെ വളർത്തേണ്ടതിന് അനിവാര്യതയൊക്കെ നന്നായി ബോധ്യമുള്ളവരാണ് നമ്മൾ. ഈ ഒരു ഘട്ടത്തിൽ ആ ഒരു പ്രസക്തി തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഇതുപോലെയുള്ള പ്രവാചക ജീവിതത്തെ പൊതുജനങ്ങൾക്ക് കൂടി പ്രയോജനമാകുന്ന വിധത്തിൽ പഠന വിധേയമാക്കുന്നത്. ഈ പരിപാടി ശനിയാഴ്ച രാവിലെ 9:30 കേരള മുസ്ലിം ജമാഅത്തിന്റെ പട്ടാമ്പി സോൺ ജനറൽ സെക്രട്ടറി മുഹമ്മദ് അലി സഅദി വല്ലപ്പുഴ പതാക ഉയർത്തുന്നതോടെ അതിന് തുടക്കമാവുകയാണ്. അതിനെ തുടർന്ന് 7ഓളം വ്യത്യസ്തമായ വിഷയങ്ങളിൽ 8 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന 10ഓളം അവതാരകരുള്ള 300-ലേറെ സ്ഥിരം പ്രതിനിധികൾ പങ്കെടുക്കുന്ന ഒരു ക്യാമ്പ് സ്വഭാവത്തിലാണ് പ്രവാചക സ്നേഹലോകം പരിപാടി നടക്കുന്നത്. പരിപാടിക്ക് മുന്നോടിയായി ഒക്ടോബർ 16, 17 തീയതികളിൽ സോൺ പരിധിയിലെ 58 കേന്ദ്രങ്ങളിൽ പര്യടനം നടത്തുന്ന സ്നേഹപ്രയാണം, സ്നേഹസ്മിതം, ബഡ്സ് സ്കൂൾ സൗഹൃദ സന്ദർശനം, ശുചീകരണ ദിനാചരണം, ഇൻസ്പയർ ടു വളണ്ടിയേഴ്സ് മീറ്റ്, യൂട്യൂൺ യൂണിറ്റ് വിസിറ്റ്, എക്സ്പോ തുടങ്ങി വിവിധ കലാപരിപാടികളും സ്നേഹലോകം ഏകദിന പഠന സംഗമത്തിന്റെ ഭാഗമായി നടക്കുമെന്ന് സിദ്ദിഖ് സഖാഫി വല്ലപ്പുഴ, KT ഉസ്മാൻ സഖാഫി കോഴിക്കോട്രി, UA റഷീദ് അസരി പാലത്തറ ഗേറ്റ്, KT ഹംസ സഖാഫി കോഴിക്കോട്രി, അബു താഹിർ കള്ളാടിപ്പറ്റ എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കേരള സ്കൂൾ ഒളിമ്പിക്സിൽ പങ്കെടുക്കുന്ന മലപ്പുറം ജില്ലാ ഇൻക്ലൂസീവ് ഫുട്ബോൾ ടീമിന്റെ പരിശീലന ക്യാമ്പ് പെരിന്തൽമണ്ണ BRCയുടെ നേതൃത്വത്തിൽ നെഹ്റു സ്റ്റേഡിയത്തിൽ നടന്നു. പെരിന്തൽമണ്ണയിലെ വിവിധ ക്ലബ്ബുകളുടെയും ഫുട്ബോൾ പ്രേമികളുടെയും സഹകരണത്തോടെ ജനകീയ ഉത്സവമായാണ് ക്യാമ്പ് നടന്നത്. കേരള സ്കൂൾ ഒളിമ്പിക്സിൽ പങ്കെടുക്കുന്ന മലപ്പുറം ജില്ലാ ഇൻക്ലൂസീവ് ഫുട്ബോൾ ടീമിന്റെ 2 ദിവസത്തെ റെസിഡൻഷ്യൽ പരിശീലനമാണ് പെരിന്തൽമണ്ണയിൽ നടന്നത്. പെരിന്തൽമണ്ണ BRCയിലെ സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ മുഹമ്മദ് ക്യാമ്പ് കോർഡിനേറ്ററായും പ്രസിഡൻസി ക്ലബ്ബ് ഭാരവാഹിയും മുൻ ഫുട്ബോൾ താരവുമായ സൈദാലി പരിശീലകനായും ക്യാമ്പിൽ പ്രവർത്തിച്ചു. മലപ്പുറം ജില്ലാ ഇൻക്ലൂസീവ് അണ്ടർ 14, 14 വയസ്സിന് മുകളിലുള്ളവരുടെ ടീം എന്നിങ്ങനെ 2 ടീമിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട 24 വിദ്യാർത്ഥികൾ ക്യാമ്പിൽ പങ്കെടുത്തു. പെരിന്തൽമണ്ണയിലെ വിവിധ ഫുട്ബോൾ ക്ലബ്ബുകൾ ക്യാമ്പിനാവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കി. ഏർലി ബേർഡ് ക്ലബ്ബ് മുഴുവൻ കുട്ടികൾക്കും ജേഴ്സി നൽകി. ക്യാമ്പിന്റെ സമാപന സമ്മേളനം സമഗ്ര ശിക്ഷ കേരളം ജില്ലാ പ്രൊജക്ട് ഓഫീസർ P. മനോജ് കുമാർ ഉദ്ഘാടനം ചെയ്തു. പെരിന്തൽമണ്ണ BPCC സന്തോഷ് കുമാർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. പരിശീലകൻ സൈദാലി, സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ ഷെഫീഖ്, കോർഡിനേറ്റർ മുഹമ്മദ്, ഏർലി ബേർഡ് ക്ലബ്ബ് പ്രതിനിധി ഷംസു മാസ്റ്റർ, ഷുക്കൂർ പാറയിൽ, അബ്ദുള്ള, അച്ചു, ഇല്യാസ്, മുകുന്ദൻ മാസ്റ്റർ, അനിൽ, മനോജ് എന്നിവർ പങ്കെടുത്തു. പെരിന്തൽമണ്ണ ഗവൺമെന്റ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ക്യാമ്പിന് ആവശ്യമായ ഭൗതിക സൗകര്യങ്ങൾ ഒരുക്കിയത്. കേരള സ്കൂൾ ഒളിമ്പിക്സ് ഈ മാസം 22 മുതൽ തിരുവനന്തപുരത്താണ് നടക്കുന്നത്. ഈ ഒളിമ്പിക്സിന്റെ ഭാഗമായുള്ള ഇൻക്ലൂസീവ് ഫുട്ബോൾ മത്സരത്തിൽ മലപ്പുറം ജില്ലാ ടീം പങ്കെടുക്കും. ഒറ്റപ്പാലം നിയോജക മണ്ഡലത്തിലെ വിവിധ വായനശാലകൾക്ക് MLA ഫണ്ടിൽ നിന്നും അനുവദിച്ച സൗണ്ട് സിസ്റ്റത്തിന്റെ വിതരണം നടന്നു. K. പ്രേംകുമാർ MLA പരിപാടി ഉദ്ഘാടനം ചെയ്തു. 2024-25 സാമ്പത്തിക വർഷത്തെ MLA പ്രത്യേക വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തി 4,89,300 രൂപ വകയിരുത്തി വിവിധ വായനശാലകൾക്ക് അനുവദിച്ച സൗണ്ട് സിസ്റ്റത്തിന്റെ വിതരണമാണ് നടന്നത്. ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ വെച്ച് നടന്ന പരിപാടി K. പ്രേംകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പൊതുസ്ഥാപനമാണ് നമ്മുടെ നാട്ടിലെ വായനശാലകൾ. വായനശാലകളുടെയൊക്കെ പ്രവർത്തനം കൂടുതൽ സജീവമാക്കുന്നതിനും മെച്ചപ്പെടുത്തുന്നതിനും ആവശ്യമായിട്ടുള്ള നല്ല മുൻകൈയാണ് പൊതുവിൽ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളെല്ലാം ഏറ്റെടുത്ത് നടത്തുന്നത്. ആ മുൻകൈയിൽ കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ലൈബ്രറികളുള്ള ഒരു താലൂക്കാണ് നമ്മുടെ ഒറ്റപ്പാലം താലൂക്ക് എന്ന് നമുക്ക് അഭിമാനത്തോടു കൂടി പറയാൻ സാധിക്കും. ഒരുപക്ഷെ മലബാറിൽ കേരളത്തിൽ പൊതുവിൽ ലൈബ്രറി കൗൺസിലിന്റെ പ്രവർത്തനം ശക്തമായി നടക്കുന്ന ഒരു താലൂക്കാണ് ഒറ്റപ്പാലം. നമ്മുടെ താലൂക്കിന് സ്വന്തമായിട്ടൊരു ആസ്ഥാനം ഇവിടെ റോഡിനടുത്ത് നമുക്ക് വിട്ടാപ്പാലയിൽ ഉണ്ട് എന്നതും ഏറ്റവും സന്തോഷകരമായിട്ടുള്ള കാര്യമാണ്. ലൈബ്രറികളുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിനും അവയ്ക്ക് ഉറപ്പുള്ള, ഭംഗിയുള്ള, വൃത്തിയുള്ള ഒരു നല്ല ആസ്ഥാനം, കെട്ടിടം അത് സാധ്യമാക്കുന്നതിനുമൊക്കെ വലിയ പരിശ്രമം മുമ്പുള്ള ജനപ്രതിനിധികൾ നടത്തിയിട്ടുണ്ട്. MLA എന്ന നിലയിൽ വലിയ പ്രാധാന്യമാണ് നമ്മുടെ നാട്ടിലെ ഗ്രന്ഥാലയങ്ങളുടെ പ്രവർത്തനം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രാജേന്ദ്ര പ്രസാദ് അധ്യക്ഷയായി. മണ്ഡലത്തിലെ വിവിധ പഞ്ചായത്തുകളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട 8 വായനശാലകൾക്കാണ് സൗണ്ട് സിസ്റ്റങ്ങൾ വിതരണം ചെയ്തത്. ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുനിത ജോസഫ്, കടമ്പഴിപ്പുറം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P. ശാസ്തകുമാർ, ഒറ്റപ്പാലം താലൂക്ക് ലൈബ്രറി കൗൺസിലർ സെക്രട്ടറി KP സുധീർ, ജില്ലാ ലൈബ്രറി കൗൺസിലർ ജോയിന്റ് സെക്രട്ടറി C. വിജയൻ, ബ്ലോക്ക് ഡെവലപ്മെന്റ് ഓഫീസർ മോഹൻദാസ്, ഒറ്റപ്പാലം ബ്ലോക്ക് ജൂനിയർ സൂപ്രണ്ട് KS പ്രമോദ് തുടങ്ങിയവർ സംസാരിച്ചു. മറ്റൊരു ഇടവേള കൂടി.
പട്ടിക്കാട് മലബാർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ ഓട്ടോമൊബൈൽ വിഭാഗത്തിൽ ആധുനിക രീതിയിൽ പരിഷ്കരിച്ച ലാബ് പ്രവർത്തനം ആരംഭിച്ചു. ലാബിന്റെ ഉദ്ഘാടനവും 2 വാഹനങ്ങളുടെ ഫ്ളാഗ് ഓഫും മാനേജിംഗ് ഡയറക്ടർ കെ ഉസ്മാൻ നിർവഹിച്ചു. പട്ടിക്കാട് മലബാർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ ഓട്ടോമൊബൈൽ വിഭാഗത്തിലാണ് ആധുനിക രീതിയിൽ പരിഷ്കരിച്ച ലാബ് പ്രവർത്തനം ആരംഭിച്ചത്. ഇതോടൊപ്പം 2 വാഹനങ്ങളുടെ ഫ്ളാഗ് ഓഫ് കർമ്മവും മാനേജിംഗ് ഡയറക്ടർ കെ ഉസ്മാൻ നിർവഹിച്ചു. വിദ്യാർത്ഥികൾക്ക് മികച്ച രീതിയിലുള്ള പഠന സൗകര്യങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുള്ളതായി അധ്യാപകർ പറഞ്ഞു. വളരെയധികം സന്തോഷത്തിലാണുള്ളത്. നമ്മുടെ ഓട്ടോമൊബൈൽ ലാബിലേക്കുള്ള 2 വാഹനങ്ങളുടെ ഫ്ലാഗ് ഓഫ് ആണ് അല്പം മുമ്പ് നമ്മുടെ മാനേജിംഗ് ഡയറക്ടർ ഉസ്മാൻ സാർ അവർ നിർവഹിച്ചത്. നമ്മുടെ എക്യുപ്മെൻസിനെ പറ്റി പറയുകയാണെങ്കിൽ ഒന്ന് 2011 മോഡൽ ഫോർഡ് ഫിഗോയാണ്. അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതിലേക്ക് ട്രബിൾ ഷൂട്ടിങ്ങിൽ ഏറ്റവും വിപ്ലവം സൃഷ്ടിച്ചിട്ടുള്ള OBD സ്കാനർ കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള വണ്ടിയാണ്. മറ്റൊന്നെന്ന് പറയുന്നത് മാരുതിയുടെ മാനുഫാക്ചറിങ്ങിൽ ഏറ്റവും വലിയ മുന്നേറ്റം സൃഷ്ടിച്ചിട്ടുള്ള MPFI എഞ്ചിൻ ഉൾപ്പെടുത്തിയിട്ടുള്ള വണ്ടിയാണ്. ഇത് കൂടാതെ വീൽ അലൈൻമെൻറ്റ്, വീൽ ബാലൻസിങ് തുടങ്ങിയിട്ടുള്ള ആധുനികമായ എല്ലാ സംവിധാനങ്ങളും കൂടി ഇനി അങ്ങോട്ട് ലാബ് കൊടുക്കാൻ കഴിയും എന്നുള്ളതിൽ വളരെയധികം സന്തോഷമുണ്ട്. കൂടാതെ കേരള സർക്കാർ സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിന്റെ അംഗീകാരത്തോടെ 1 വർഷത്തെ ഫയർ ആൻഡ് സേഫ്റ്റി കോഴ്സ് പട്ടിക്കാട് മലബാർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ നടക്കുന്നുണ്ട്. പരിപൂർണമായും പ്രാക്ടിക്കൽ സൗകര്യത്തോടുകൂടി പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികൾക്ക് സർക്കാർ, അർദ്ധ സർക്കാർ, പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ഒട്ടനവധി അവസരങ്ങൾ ലഭ്യമാണ്. മറ്റു വാർത്തകൾ. ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിലെ 9ാം വാർഡിൽ വനിതാ കലാസംഗമം സംഘടിപ്പിച്ചു. സർഗവസന്തം 2025 എന്ന പേരിൽ തലയണക്കാട് ALP സ്കൂളിൽ സംഘടിപ്പിച്ച പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി രാജിക ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ രാജശ്രീ അധ്യക്ഷത വഹിച്ചു. ടെലിവിഷൻ പരിപാടിയായ റെഡ് കാർപ്പറ്റ് ഫെയിം ശ്രീലയ പ്രശാന്ത് മുഖ്യാതിഥിയായി. CDS മെമ്പർ കെ പ്രേമകുമാരി, ADS ചെയർപേഴ്സൺ പി രാധ, സെക്രട്ടറി കെ മാധവിക്കുട്ടി എന്നിവർ സംസാരിച്ചു. തുടർന്ന് കായിക രംഗത്ത് നേട്ടം കൈവരിച്ച കുട്ടികളെയും ഹരിതസേന അംഗങ്ങളെയും ആദരിച്ചു. വാർഡിലെ വനിതകളുടെയും പെൺകുട്ടികളുടെയും കലാപരിപാടികളുമുണ്ടായി. ലഘുഭക്ഷണത്തോടെ പരിപാടി അവസാനിച്ചു. മുഖ്യമന്ത്രിയുടെ പ്രാദേശിക റോഡ് വികസന ഫണ്ട് 25 ലക്ഷം രൂപ ഉപയോഗിച്ച് പൂർത്തീകരിച്ച പൂക്കോട്ടുകാവ് ഗ്രാമപഞ്ചായത്തിലെ താനിക്കുന്ന് വാർഡിലെ വെൺമരപ്പറമ്പ് മലയിൽ റോഡിന്റെ ഉദ്ഘാടനം MLA കെ പ്രേംകുമാർ നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ജയശ്രീ അധ്യക്ഷയായി. വാർഡ് മെമ്പർ പി മനോജ്, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ S അജിത് കുമാർ, A ജയദേവൻ, A കെ ഷീലാദേവി, K അശോക് കുമാർ, പത്മകുമാർ, M ബീന എന്നിവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ. കല്ലടിക്കോട് കരിമ്പ 3 ഏക്കറിൽ 2 യുവാക്കളെ വെടിയേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തി. ബിനു, നിധിൻ എന്നിവരാണ് മരിച്ചത്. ബിനുവിനെ മരുതങ്കാട് കരിങ്കൽ ക്വാറിക്ക് സമീപവും നിധിനെ വീടിനുള്ളിൽ വെടിയേറ്റ് മരിച്ച നിലയിലുമാണ് കണ്ടെത്തിയത്. നാടൻ തോക്കും കണ്ടെത്തി. ശബരിമലയിലെ സ്വർണം കൊള്ളയടിച്ച മുഴുവൻ പേരെയും പിടികൂടണമെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്. KPCCയുടെ നേതൃത്വത്തിലുള്ള വിശ്വാസ സംരക്ഷണ യാത്രയ്ക്ക് തൃത്താലയിൽ നിന്ന് തുടക്കം. മുഖ്യമന്ത്രിയുടെ മകന് വന്ന EDയുടെ നോട്ടീസ് ഭരണ സ്വാധീനത്താൽ മുക്കിയതാണെന്നും KPCC പ്രസിഡന്റ്. മണ്ണാർക്കാട് കുമരമ്പത്തൂർ കുളപ്പാടത്ത് വീടിന്റെ തിണ്ണയിൽ കിടന്നുറങ്ങിയ ആളെ തെരുവുനായ കടിച്ചു. മാട്ടുമ്മൽ പ്രഭാകരനാണ് കടിയേറ്റത്. തലയിലും മുഖത്തും കൈക്കും കടിയേറ്റ പ്രഭാകരൻ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. പാലക്കാട് നെന്മാറ തിരുത്തുംപാടത്ത് സജിതയെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ അയൽവാസിയായ ചെന്താമര കുറ്റക്കാരനെന്ന് കോടതി. ശിക്ഷാവിധി 16-ന്. ഈ കേസിൽ ജാമ്യത്തിലിറങ്ങിയ ചെന്താമര സജിതയുടെ ഭർത്താവ് സുധാകരൻ, അമ്മ ലക്ഷ്മി എന്നിവരെയും വെട്ടിക്കൊലപ്പെടുത്തി. ഒറ്റപ്പാലം NSS കോളേജിൽ SFI KSU സംഘർഷം. ഇരുവിഭാഗങ്ങളിലായി 4 വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റു. തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെ തുടർന്നായിരുന്നു സംഘർഷം. 67ാമത് പാലക്കാട് ജില്ലാ സ്കൂൾ കായികമേളയ്ക്ക് ചാത്തന്നൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ തുടക്കമായി. സിന്തറ്റിക് ട്രാക്ക് സ്റ്റേഡിയത്തിലാണ് മത്സരങ്ങൾ. ഓൺലൈൻ ജോലി വാഗ്ദാനം ചെയ്ത് ഒറ്റപ്പാലം സ്വദേശിയിൽ നിന്ന് 73 ലക്ഷം തട്ടിയെടുത്ത കേസ്. ഒരാൾ അറസ്റ്റിൽ. മലപ്പുറം പെരുവള്ളൂർ സ്വദേശി PC സുധീഷ് ബാബുവാണ് അറസ്റ്റിലായത്.